ഹലോ മക്കളെ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഡിസ്പ്ലേസ്മെന്റ് കറന്റ്, മാക്സ്വെൽസ് ഇക്വേഷൻസ്, അതുപോലെ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. മക്കളെ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത് ഒരു ചെറിയ ചാപ്റ്റർ ആണ്, പക്ഷേ ഒരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് ഷുവറായിട്ട് ചോദിക്കും. അതുകൊണ്ടാണെങ്കിൽ നമുക്ക് ഭംഗിയായിട്ട് പഠിക്കേണ്ടതുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നേടിയെടുക്കേണ്ടതുണ്ട്. സോ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഈ ഓരോ ടോപ്പിക്കും ഡീറ്റെയിൽ ആയിട്ട് പറയും. അതുപോലെ ഈ ഓരോ ടോപ്പിക്കിൽ വരുന്ന എൻറ്റയർ ടൈപ്പ് ഓഫ് മോഡൽസും നമ്മൾ ചർച്ച ചെയ്യും. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്യാം. ഡിസ്പ്ലേസ്മെന്റ് കറന്റ്, ഡിസ്പ്ലേസ്മെന്റ് കറന്റ്, ഡിസ്പ്ലേസ്മെന്റ് കറന്റ്, ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് കറന്റ് നമ്മളതിനെ ചെല്ലപ്പേരിൽ വിളിക്കും ഡിസ്പ്ലേസ്മെന്റ് കറന്റ്, ID എന്ന് വിളിക്കും. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഡിസ്പ്ലേസ്മെന്റ് കറന്റ് എന്ന്. മക്കളെ, ഇത് മനസ്സിലാക്കാനായിട്ട് ഞാനൊരു കപ്പാസിറ്റർ എടുക്കാൻ പോവുകയാണ്. എന്താണ്? കപ്പാസിറ്റർ ആണ്. ഞാൻ കപ്പാസിറ്ററിനെ DC യിൽ കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഉണ്ടോ? DC യിൽ കണക്ട് ചെയ്തു. നമുക്കറിയാം കപ്പാസിറ്റർ DC കറണ്ടിനെ എന്ത് ചെയ്യും മക്കളെ? എതിർക്കും. കപ്പാസിറ്റർ DC കറണ്ടിനെ പൂർണ്ണമായിട്ടും എതിർക്കും. കറണ്ട് ഇങ്ങനെ കടന്നു പോകും മക്കളെ, കറണ്ട് ഇങ്ങനെ കടന്നു പോവുകയില്ല. എന്തുകൊണ്ടാണ് കറണ്ട് കടന്നു പോകാത്തത്? അതിന് കാരണം നമുക്കറിയാം കപ്പാസിറ്ററിന്റെ റിയാക്ടൻസിനെ വിളിക്കുന്ന പേരാണ് കപ്പാസിറ്റീവ് റിയാക്ടൻസ്. നമ്മൾ പഠിച്ചതാണ്, AC യിൽ പഠിച്ചതാണ്. കപ്പാസിറ്ററിന്റെ റിയാക്ടൻസിനെ വിളിക്കുന്ന പേരെന്താ മക്കളെ? കപ്പാസിറ്റീവ് റിയാക്ടൻസ്. സോ ഈ കപ്പാസിറ്റർ ആണെങ്കിൽ എന്ത് ചെയ്യും? ആ വരുന്ന കറണ്ടിനെ എതിർക്കാൻ നോക്കും. ആ എതിർപ്പിനെ വിളിക്കുന്ന പേരാണ് കപ്പാസിറ്റീവ് റിയാക്ടൻസ്. റെസിസ്റ്റൻസ് ആണ് കപ്പാസിറ്ററിന്റെ, ചുരുക്കം പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ് കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നത്. സോ കപ്പാസിറ്റീവ് റിയാക്ടൻസ് XC which is equal to നമ്മൾ പറയും 1/C ഒമേഗയാണ്, which is equal to 1/C into 2πf ആണ്. മക്കളെ, DC കറണ്ടിലാണെങ്കിൽ DC യിലാണെങ്കിൽ ഫ്രീക്വൻസിന്റെ വാല്യൂ എത്ര മക്കളെ? 0 ആണ്. സോ കൊടുക്കുന്ന ഫ്രീക്വൻസി 0 ആണ്. DCക്ക് ഫ്രീക്വൻസി വല്ലതും ഉണ്ടോ? ഇല്ല. ഓൾട്ടർനേറ്റിംഗ് കറന്റ് മാത്രമേ ഫ്രീക്വൻസി ഉള്ളൂ. ഇവിടെ DC ആണ്, DCക്ക് ഫ്രീക്വൻസി ഇല്ല. സോ DCന്റെ ഫ്രീക്വൻസി 0 ആയതുകൊണ്ട് കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്തായി മാറും മക്കളെ? ഇൻഫിനിറ്റി ആയിട്ട് മാറും. അതിന് മീനിങ് എന്താണ്? കപ്പാസിറ്റർ പൂർണ്ണമായിട്ടും ആരെ എതിർക്കും? വരുന്ന കറണ്ടിനെ പൂർണ്ണമായിട്ടും എതിർക്കും. സോ കറണ്ട് എന്ത് ചെയ്തില്ല മക്കളെ? ഇങ്ങനെ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്തില്ല. പകരം എന്താണ്? ഈ കപ്പാസിറ്റർ ചാർജ് ആകുകയാണ് ചെയ്യുന്നത്. ഇവിടെ പോസിറ്റീവ് ചാർജിൽ ചാർജ് ആകും, അതുപോലെ ഇവിടെ നെഗറ്റീവ് ചാർജിൽ ചാർജ് ആകും. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ കറണ്ട് ചെയ്തില്ല, അത് ഇങ്ങനെ പുഴ പോലെ ഒഴുകി പോകുമോടാ? ഇല്ല. സോ ഇവിടെ ഞാൻ ആരെ മാറ്റാൻ പോവുകയാണ്? ഇവിടെ ഞാൻ DC മാറ്റിയിട്ട് ആരെ കൊടുക്കാൻ പോവുകയാണ്? AC കൊടുക്കാൻ പോവുകയാണ്. സോ DCക്ക് പകരം ഞാൻ ആരെ കൊടുത്തു? AC കൊടുത്തു. സോ ACക്ക് ആണെങ്കിൽ എന്തുണ്ട് മക്കളെ? ഫ്രീക്വൻസി ഉണ്ട്. ACക്ക് ഒരു ഫ്രീക്വൻസി ഉണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് മനസ്സിലായി, ഇവിടെയാണെങ്കിൽ ഫ്രീക്വൻസി കൂടുന്നതനുസരിച്ചാണെങ്കിൽ ആരുടെ വാല്യൂ കുറയും? XCന്റെ വാല്യൂ കുറയും, കപ്പാസിറ്ററിന്റെ റെസിസ്റ്റൻസിന്റെ വാല്യൂ കുറയും. അതിന്റെ ഫലമായിട്ട് കറണ്ട് എന്ത് ചെയ്യും മക്കളെ? ഇങ്ങനെ പാസ് ചെയ്യും. സോ ഇവിടെ കപ്പാസിറ്റർ ആരെ കണ്ടക്ട് ചെയ്യിച്ചു? കറണ്ടിനെ കണ്ടക്ട് ചെയ്യിച്ചു. ഇവിടെയാണെങ്കിൽ ഒരു ബൾബ് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ DC ആയിരുന്നെങ്കിൽ കത്തത്തില്ലായിരുന്നു, പക്ഷേ ഇവിടെയാണെങ്കിൽ എന്ത് ചെയ്യും മക്കളെ? ബൾബ് പ്രകാശിക്കും. ഈ ബൾബ് എന്ത് ചെയ്യും മക്കളെ? പ്രകാശിക്കും. കാരണം എന്താണ്? കാരണം കപ്പാസിറ്റർ ആരെ കടത്തിവിട്ടു? കറണ്ടിനെ കടത്തിവിട്ടു. സോ സർക്യൂട്ട് കംപ്ലീറ്റ് ആയി. അതിന്റെ ഫലമായിട്ട് ബൾബ് പ്രകാശിക്കും. നേരത്തെ ബൾബ് പ്രകാശിക്കുമായിരുന്നോ? ഇല്ല. DC ആയിരുന്നു വെച്ചതെങ്കിൽ, ഇവിടെ DC ആയിരുന്നു ഇരുന്നെങ്കിൽ ഒരിക്കലും ബൾബ് പ്രകാശിക്കത്തില്ല. കാരണം എന്താണ്? ആ കപ്പാസിറ്റർ ആണെങ്കിൽ ആരെ കണ്ടക്ട് ചെയ്യിക്കത്തില്ല? കപ്പാസിറ്റർ ആരെ കണ്ടക്ട് ചെയ്യിക്കത്തില്ല? നമ്മളുടെ കറണ്ടിനെ കണ്ടക്ട് ചെയ്യിക്കത്തില്ല. അതിന്റെ ഫലമായിട്ട് ഇതൊരു ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് തുടരും. കണ്ടോ? ഇവിടെ ആരാണ്? ഇവിടെയാണ് എയർ ആണ്, ഇൻസുലേറ്റർ ആണ്, അല്ലേ? ഡൈലക്ട്രിക് മീഡിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻസുലേറ്റിംഗ് മീഡിയം ആണ്. സോ ഇത് ഒരിക്കലും കറണ്ടിനെ കടത്തിവിടത്തില്ല. അതിന്റെ ഫലമായിട്ട് ഈ ബൾബ് പ്രകാശിക്കത്തില്ല. സോ നമുക്ക് ഈ കാര്യം മനസ്സിലായി, ബൾബ് പ്രകാശിക്കുന്നില്ല എന്ന് മനസ്സിലായി. മക്കളെ, ഇവിടെയാണെങ്കിൽ എൻ്റെ ക്വസ്റ്റ്യൻ ഇതല്ല. ഇവിടെയാണെങ്കിൽ എനിക്ക് മനസ്സിലായി, ഇവിടെ ഉറപ്പായിട്ടും ഇൻസുലേറ്റിംഗ് മീഡിയം ആണ്, എയർ ആണ് ഇരിക്കുന്നത്. കപ്പാസിറ്ററിന്റെ പ്ലേറ്റുകൾക്കിടയിൽ ആരായിരിക്കുന്നത്? എയർ ആണ് ഇരിക്കുന്നത്. എന്നിട്ടും ആര് പ്രകാശിച്ചു? ബൾബ് പ്രകാശിച്ചു. സോ നമുക്ക് മനസ്സിലായി, ഒരിക്കലും കറണ്ട് ആണെങ്കിൽ എയറിലൂടെ കടന്നു പോകത്തില്ല. കറണ്ട് ആണെങ്കിലും മൈക്കയിലൂടെയോ സെറാമിക്കിലൂടെയോ ഒരു ഡൈലക്ട്രിക് മീഡിയത്തിലൂടെയോ കടന്നു പോകത്തില്ല. പക്ഷേ എന്നിട്ടും ആര്? നമ്മുടെ ബൾബ് പ്രകാശിച്ചു. സോ എന്തുകൊണ്ടാണ് ബൾബ് പ്രകാശിച്ചത്? ഈ ഇൻസുലേറ്റർ മീഡിയത്തിന്റെ അകത്തൂടെ എങ്ങനെയാണ് കറണ്ട് കടന്നു പോയത്? അങ്ങനെയെങ്കിൽ സർക്യൂട്ട് കംപ്ലീറ്റ് ആകത്തുള്ളൂ, അങ്ങനെയെങ്കിൽ ബൾബ് പ്രകാശിക്കത്തുള്ളൂ. സോ ഈ ഇൻസുലേറ്റർ മീഡിയത്തിലൂടെ, ഈ ഡൈലക്ട്രിക് മീഡിയത്തിലൂടെ എങ്ങനെയാണ് കറണ്ട് കടന്നു പോയത്? നമ്മൾ പഠിക്കാൻ പോവുകയാണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. ഒരു സ്പെഷ്യൽ കറണ്ട് ആണ്. നമുക്ക് നോക്കാം എന്താണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന്. മക്കളെ, നമുക്കറിയാം
മാഗ്നറ്റിക് ഫീൽഡിന്റെ വേരിയേഷൻ കൊണ്ട് ഉറപ്പായിട്ടും കറണ്ട് ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ എൻ്റെ കയ്യിൽ ഒരു കണ്ടക്ടർ ഉണ്ട്. ഈ കണ്ടക്ടറിലാണെങ്കിൽ ഞാൻ വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് അയക്കാൻ പോവുകയാണ്. സോ ഇവിടെ ആർക്ക് ചേഞ്ച് ഉണ്ട്? മാഗ്നറ്റിക് ഫീൽഡിന് ചേഞ്ച് ഉണ്ട്. സമയത്തിനനുസരിച്ച് ചേഞ്ച് ആവുന്ന മാഗ്നറ്റിക് ഫീൽഡ് എവിടെ തട്ടി? നമ്മുടെ ഈ കണ്ടക്ടറിൽ തട്ടി. അതിന്റെ ഫലമായിട്ട് ഇവിടെ എന്തുണ്ടാവും? ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും, ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവും. ഇത് ക്ലോസ് ലൂപ്പ് ആണെങ്കിൽ ഉറപ്പായും ഇൻഡ്യൂസ്ഡ് കറണ്ടും ഉണ്ടാകും. നമുക്കറിയാം ഇക്കാര്യം. സോ ഇവിടെ ഉറപ്പായും EMF ഉണ്ടാവും, ക്ലോസ് ലൂപ്പ് ആണെങ്കിൽ കറണ്ടും ഉണ്ടാവും. മക്കളെ, ഇത്തരം കറണ്ടിനെ വിളിക്കുന്ന പേരാണ് കണ്ടക്ഷൻ കറണ്ട്. ഇത് വിളിക്കും കണ്ടക്ഷൻ കറണ്ട്. അതായത് അതിന്റെ മീനിങ് എന്താണ്? സാധാരണ നമുക്ക് ചുറ്റുമുള്ള കറണ്ട്, നമ്മൾ ഇതുവരെ പഠിച്ച കറണ്ട് എന്താണ്? കണ്ടക്ഷൻ കറണ്ട്. അതായത് ഒരു കമ്പിയിലൂടെ കടന്നുപോയ കറണ്ടിനെ വിളിക്കുന്ന പേരെന്താണ്? കണ്ടക്ഷൻ കറണ്ട്. സോ ഇവിടെയാണെങ്കിൽ ഒരു വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ്, ശരിയാണോ? ഒരു ടൈം വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കിയ കറണ്ടിനെ വിളിക്കുന്ന പേരെന്താണ് മക്കളെ? നിങ്ങൾ പറയും സർ, കണ്ടക്ഷൻ കറണ്ട്. ഇനിയാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു കപ്പാസിറ്റർ എടുത്തു. ഇവിടെയാണെങ്കിൽ AC സപ്ലൈ കൊടുത്തു. കറണ്ട് ഇങ്ങനെ വരികയാണ് മക്കളെ. ഈ കറണ്ടിനെ വിളിക്കുന്ന പേരെന്താണ്? കണ്ടക്ഷൻ കറണ്ട്. ശരിയാണോ? കറണ്ടിനെ വിളിക്കുന്ന പേരെന്താണ്? കണ്ടക്ഷൻ കറണ്ട്. ഇവിടം വരെ കണ്ടക്ഷൻ കറണ്ട് ആണ്. സാധാരണ കമ്പിയിലൂടെയാണ് കറണ്ട് കടന്നുപോയത്. ഇവിടെയാണെങ്കിൽ നോക്ക്, ഇവിടെ AC എന്ന് പറയുന്നത് എന്താണ്? അതിനൊരു പോസിറ്റീവ് സൈക്കിൾ ഉണ്ട്, അതുപോലെ അതിനൊരു നെഗറ്റീവ് ഹാഫ് ഉണ്ട്. മക്കളെ, പോസിറ്റീവ് സൈക്കിൾ ആണെങ്കിൽ ഈ പ്ലേറ്റ് എന്തായിട്ട് ചാർജ് ചെയ്യുമടാ? പോസിറ്റീവായിട്ട് ചാർജ് ചെയ്യും. ആ സമയത്ത് ഇവിടെ എന്ത് ചാർജ് ആയിരിക്കുമടാ മക്കളെ? നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ശരിയാണോ? സോ ഫസ്റ്റ് സൈക്കിൾ ആണെങ്കിൽ ഈ പ്ലേറ്റ് ആണെങ്കിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്, ഈ പ്ലേറ്റ് ആണെങ്കിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. അങ്ങനെയെങ്കിൽ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഉറപ്പായിട്ടും പോസിറ്റീവ് പ്ലേറ്റിൽ നിന്ന് നെഗറ്റീവ് പ്ലേറ്റിലേക്ക് എന്തുണ്ടാവും മക്കളെ? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. നമുക്ക് ആ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ അറിയാം. E which is equal to sigma divided by epsilon 0 നമ്മൾ പഠിച്ചതാണ്. സോ ഉറപ്പായിട്ടും ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അതായത് പോസിറ്റീവ് ഹാഫ് വന്നപ്പോഴത്തേക്കും ഇവിടെ പോസിറ്റീവ് ചാർജ്, ഇവിടെ നെഗറ്റീവ് ചാർജ്, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയാണ്. ഇനി നോക്കൂ മക്കളെ, ഇനിയാണെങ്കിൽ ശ്രദ്ധിക്കണം, ഇനിയാണെങ്കിൽ നമ്മൾ നെഗറ്റീവ് ഹാഫിലേക്ക് വരാൻ പോവുകയാണ്. ആദ്യം പോസിറ്റീവ് ഹാഫ്, പിന്നെ നെഗറ്റീവ് ഹാഫ്, പിന്നെ പോസിറ്റീവ് ഹാഫ്, അങ്ങനെ എങ്ങനെയാണ് AC പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇവിടെ നെഗറ്റീവ് ഹാഫ് വന്നാൽ എന്ത് സംഭവിക്കും മക്കളെ? ആ നെഗറ്റീവ് ഹാഫ് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണെങ്കിൽ കഥ മാറും, പൊളാരിറ്റി ചേഞ്ച് ചെയ്യും. ശരിയാണോ? പൊളാരിറ്റി ചേഞ്ച് ചെയ്തു. സോ ഇവിടെയാണെങ്കിൽ നെഗറ്റീവ് ഹാഫ് വന്നതിന്റെ ഫലമായിട്ട് ഇവിടെ നെഗറ്റീവ് ചാർജായി, ഈ പ്ലേറ്റിന്റെ പൊളാരിറ്റി പോസിറ്റീവായിട്ട് മാറി. അങ്ങനെയെങ്കിൽ പറഞ്ഞേടാ, ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയായിരിക്കും? നിങ്ങൾ പറയും സാർ, ഇങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ്, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് ഇലക്ട്രിക് ഫീൽഡ്. നേരത്തെയോടാ മക്കളെ? നിങ്ങൾ പറയും സാർ, ഇവിടുന്ന് അങ്ങോട്ടായിരുന്നു, ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് തലതിരിഞ്ഞു. സോ ഇവിടെ എന്താ സംഭവിച്ചേ? AC ആണ് കൊടുക്കുന്നതെങ്കിൽ വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും. സമയത്തിനനുസരിച്ച് ദിശ മാറുന്ന ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും കപ്പാസിറ്ററിനകത്ത്. സോ നമുക്ക് മനസ്സിലായി, ഒരു വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡിനെ പറ്റി നമ്മൾ കേട്ടായിരുന്നു പണ്ട്. ഇവിടെ നമ്മൾ കേൾക്കാൻ പോകുന്നതാണ് വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് വേരി ചെയ്യുകയാണ് മക്കളെ. ഇലക്ട്രിക് ഫീൽഡ് വേരി ചെയ്തതിന്റെ ഫലമായിട്ടും കറണ്ട് ഉണ്ടാകും. നമ്മൾ പണ്ട് പഠിച്ചത് എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്തതിന്റെ ഫലമായിട്ട് കണ്ടക്ടറിൽ നിന്നുണ്ടായി കറണ്ട് ഉണ്ടായി. ആ കറണ്ട് വിളിക്കുന്ന പേരെന്താണ്? കണ്ടക്ഷൻ കറണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡിന്റെ വേരിയേഷൻ മൂലം കറണ്ട് ഉണ്ടാകും. ഇലക്ട്രിക് ഫീൽഡ് വേരി ചെയ്യുന്നതിന്റെ ഫലമായിട്ടും കറണ്ട് ഉണ്ടാവും. അത്തരം കറണ്ടിനെ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. ഇത് വിളിക്കും ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. സോ അങ്ങനെയെങ്കിൽ പറഞ്ഞ് ഇവിടെ ആര് വേരി ചെയ്യുന്നുണ്ടാ? ഇലക്ട്രിക് ഫീൽഡ് വേരി ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന കറണ്ടിനെ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. ഈ കറണ്ട് കടന്നു പോകാൻ ആര് ആവശ്യമില്ല? മീഡിയത്തിന്റെ ആവശ്യമില്ല. ഈ കറണ്ട് കടന്നു പോകാനായിട്ട് അത് കണ്ടക്ടറിലൂടെ കടന്നു പോകത്തില്ല. അതാണെങ്കിൽ ഇൻസുലേറ്ററിലൂടെ കടന്നു പോകുന്ന കറണ്ടാണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. ഏത് ഇൻസുലേറ്ററിലൂടെയും ആര് കടന്നു പോകും? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് കടന്നു പോകും. സോ ഇവിടെയാണെങ്കിൽ ഉണ്ടായ കറണ്ട് വിളിക്കുന്ന പേരെന്താ മക്കളെ? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. എന്തുകൊണ്ടാണ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായത്? വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. എന്തുകൊണ്ടാണ് കണ്ടക്ഷൻ കറണ്ട് ഉണ്ടായത്? വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. സോ വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ഒരു കറണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നത് പോലെ വേരിയിങ് ഇലക്ട്രിക് ഫീൽഡും ആരെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്? കറണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ആ കറണ്ടിനെ സഞ്ചരിക്കാൻ ആരുടെ ആവശ്യമില്ല? മീഡിയത്തിന്റെ ആവശ്യം ഇല്ല. അത് ഇൻസുലേറ്ററിന്റെ കൂടെയും സഞ്ചരിക്കും. അത്തരം കറണ്ടിനെ വിളിക്കുന്ന പേരെന്താണ് മക്കളെ? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഇവിടുന്ന് കറണ്ട് ഇങ്ങനെ ഇവിടം വരെ വന്നു. ഇവിടമുള്ള കറണ്ടിനെ വിളിക്കുന്ന പേരെന്താണ്? കണ്ടക്ഷൻ കറണ്ട്. കമ്പിയിലൂടെയാണ് കറണ്ട് കടന്നു പോയത്, കണ്ടക്ഷൻ കറണ്ട്. ഇവിടെ എത്തിയപ്പോൾ എന്ത് ചെയ്തു? ആ ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫീൽഡ് മൂലമാണെങ്കിൽ ഈ കണ്ടക്ഷൻ കറണ്ട് പൂർണ്ണമായിട്ടും എന്തായിട്ട് ചേഞ്ച് ചെയ്തടാ? ഡിസ്പ്ലേസ്മെന്റ് കറണ്ടായിട്ട് മാറി. ഇനി ഈ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഇവിടെ ടച്ച് ചെയ്തതിന്റെ ഫലമായിട്ട് അത് വീണ്ടും എന്തായിട്ട് മാറും മക്കളെ? കണ്ടക്ഷൻ കറണ്ടായിട്ട് മാറും. അങ്ങനെ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ പറയും കപ്പാസിറ്റർ AC-യിൽ കണ്ടക്ട് ചെയ്യും. കപ്പാസിറ്റർ AC-യിൽ കണ്ടക്ട് ചെയ്യും. DC-യിൽ കണ്ടക്ട് ചെയ്യുമോ? ഇല്ല. കാര്യം എന്താണ്? DC-യിൽ സംഭവം നടക്കത്തില്ല. DC ആണെങ്കിൽ പൊളാരിറ്റിക്ക് ചേഞ്ച് ഉണ്ടാവും മക്കളെ. പൊളാരിറ്റിക്ക് ചേഞ്ച് ഉണ്ടാകത്തില്ല. ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും.
ഇവിടെ ആണെങ്കിൽ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ എപ്പോഴും പോസിറ്റീവ് ചാർജ് ആയിരിക്കും, ഇവിടെ നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ എപ്പോഴും നെഗറ്റീവ് ചാർജ് ആയിരിക്കും. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുമോടാ? ഇലക്ട്രിക് ഫീൽഡ് ചേഞ്ച് ചെയ്യത്തില്ല. അങ്ങനെയെങ്കിൽ പറഞ്ഞ മക്കളെ DC-യിലാണെങ്കിൽ വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുമോ? ഇല്ല. സോ വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് ഇല്ലെങ്കിൽ ഡിസ്പ്ലേസ്ഡ് കറണ്ട് ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് കറണ്ട് ഇവിടം വരെ നിൽക്കത്തേ ഉള്ളൂ. അങ്ങോട്ട് പോകുമോ? കറണ്ട് അങ്ങനെ നിൽക്കത്തില്ല. അപ്പൊ ഇവിടെ എന്ത് കിട്ടും? ആ പോസിറ്റീവ് പൊളാരിറ്റി ആണെങ്കിൽ എപ്പോഴും പോസിറ്റീവ് പൊളാരിറ്റി ആയിരിക്കും, ഇവിടെ നെഗറ്റീവ് ആണെങ്കിൽ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. കറണ്ട് കണ്ടക്ട് ചെയ്യുമോ? ഇല്ല, കറണ്ട് കണ്ടക്ട് ചെയ്യത്തില്ല. ഇവിടെ ഒരു ബൾബ് വെച്ച് കഴിഞ്ഞാൽ ബൾബ് DC-യിൽ പ്രകാശിക്കത്തില്ല, പക്ഷേ AC-യിൽ എന്ത് ചെയ്യും മക്കളെ? പ്രകാശിക്കും. നമ്മൾ പഠിക്കാൻ പോവുകയാണ് ഈ ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിനെ പറ്റി. അപ്പൊ കപ്പാസിറ്ററിന്റെ അകത്തൂടെ കടന്നുപോയ കറണ്ടിനെ വിളിക്കുന്ന പേരെന്താണ്? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. നമുക്ക് മനസ്സിലായ കാര്യം എന്താണ്? കണ്ടക്ഷൻ കറണ്ടും ഡിസ്പ്ലേസ്മെന്റ് കറണ്ടും എന്താണ് മക്കളെ? ഈക്വൽ ആണ്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന്റെ ഇക്വേഷൻ ആണ് മക്കളെ ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന്റെ ഇക്വേഷൻ. ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് നമുക്ക് മനസ്സിലായി. ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എവിടെ ഉണ്ടാവണേ? കപ്പാസിറ്ററിന്റെ പ്ലേറ്റുകൾക്ക് ഇടയിലാണ് ആരുണ്ടായത്? കറണ്ട് ഉണ്ടായത്. ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഉണ്ടായത് കപ്പാസിറ്ററിന്റെ പ്ലേറ്റുകൾക്ക് ഇടയിലാണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഉണ്ടായത്. അങ്ങനെയെങ്കിൽ നമുക്ക് ഡിസ്പ്ലേസ് കറണ്ട് ഇക്വേഷൻ കണ്ടുപിടിച്ചുകൂടാ? നോക്ക്, നമുക്കറിയാം Q which is equal to CV. Q which is equal to CV. അതായത് Q എന്ന് പറയുന്നത് എന്താണ്? കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്ത ചാർജ് ആണ് Q എന്ന് പറയുന്നത്. നമുക്കറിയാം ചാർജിന്റെ വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടേയിരിക്കും. ഈ ഇൻസ്റ്റന്റിൽ ഇവിടുത്തെ ചാർജ് എന്താണ്? പ്ലസോ മൈനസോ ആയിക്കോട്ടെ. ഇവിടെ Q ചാർജ് ഉണ്ട്, ഇവിടെയും Q ചാർജ് ഉണ്ട്. ഇനി C എന്താണ്? കപ്പാസിറ്റൻസ്. ഈ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് ആണ് C എന്ന് പറയുന്നത്. V എന്താണ് മക്കളെ? നമ്മൾ കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജ് ആണ് V എന്ന് പറയുന്നത്. നമുക്കറിയാം ആര് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണോടാ? അല്ല, AC ആണ്. കൊടുക്കുന്ന ആരാണ്? AC ആണ്. സമയത്തിനനുസരിച്ച് ദിശ മാറുന്നതാണ് AC എന്ന് പറയുന്നത്. സോ വോൾട്ടേജ് എന്ത് ചെയ്യാണ്? ചേഞ്ചിങ് വോൾട്ടേജ് ആണ്. വോൾട്ടേജിന്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കുകയാണ്. മക്കളെ ഞാനൊരു ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. DQ which is equal to ഇത് കോൺസ്റ്റന്റ് ആണല്ലേ? കപ്പാസിറ്റൻസ് കോൺസ്റ്റന്റ് ആണ്. സോ പറയണം DV. സമയം കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കി. നമ്മൾ എഴുതി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ്. ഇതിനെ വിളിക്കുന്ന പേരെന്താ മക്കളെ? കറണ്ട് which is equal to C into dV by dt. ഈ കറണ്ട് വിളിക്കുന്ന പേരെന്താണ്? കപ്പാസിറ്ററിന്റെ അകത്തൂടെ കടന്നുപോയ കറണ്ട് ആണ്. അതിനെ വിളിക്കുന്ന പേരെന്താണ്? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് which is equal to കപ്പാസിറ്റൻസ് ഇൻറ്റു ഇതെന്താ മക്കളെ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോൾട്ടേജ്. ആ റേറ്റ് ഓഫ് വോൾട്ടേജ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ വോൾട്ടേജ്, വോൾട്ടേജിന്റെ വേരിയേഷൻ. ഉറപ്പായിട്ടും വോൾട്ടേജ് വേരിയേഷൻ ഉണ്ടാവും. കാരണം എന്താണ്? കൊടുക്കുന്നത് AC ആണ്. AC വോൾട്ടേജ് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ സമയത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ പറഞ്ഞ മക്കളെ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ മനസ്സിലായോടാ? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് which is equal to C into dV divided by dt. സോ ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെയാണെങ്കിൽ ആക്ച്വലി ഉണ്ടായത് ഈ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായതിന് കാരണം എന്താ മക്കളെ? വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഇലക്ട്രിക് ഫീൽഡിന്റെ വേരിയേഷൻ മൂലമാണ് ആരുണ്ടായത്? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഉണ്ടായത്. സോ നമുക്ക് അങ്ങനെയും പറയാം, അങ്ങനെയും ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റും. നോക്കണം മക്കളെ, ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന്റെ വേരിയേഷൻ മൂലം ഇലക്ട്രിക് ഫീൽഡിന്റെ വേരിയേഷൻ മൂലമാണ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായത്. ശരിയാണോ? ഇലക്ട്രിക് ഫീൽഡിന്റെ വേരിയേഷൻ മൂലമാണ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായത്. അങ്ങനെയെങ്കിൽ ഇങ്ങനെയും പറയാം, ഡിസ്പ്ലേസ്മെന്റിന്റെ അടുത്ത ഇക്വേഷൻ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് which is equal to ε0 into ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന്റെ വേരിയേഷൻ, ഇലക്ട്രിക് ഫീൽഡിന്റെ വേരിയേഷൻ, അതായത് dφe divided by dt. അടുത്ത ഇക്വേഷൻ എന്താ മക്കളെ? ഇലക്ട്രിക് ഫീൽഡ്, ഇലക്ട്രിക് ഫ്ലക്സ്. സോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് എന്താണ്? ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫ്ലക്സ്. ഇലക്ട്രിക് ഫ്ലക്സ്. സോ ഇലക്ട്രിക് ഫ്ലക്സ് ആണ് φe എന്ന് പറയുന്നത്. കണ്ടോ? φe എന്ന് എഴുതിയാൽ എന്താ അതിന്റെ മീനിങ് എന്താണ്? ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. φe എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. dφe divided by dt എന്താ മക്കളെ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ്. ഇലക്ട്രിക് ഫ്ലക്സിന്റെ വേരിയേഷൻ. നോക്കടാ, ഇവിടെ ഇലക്ട്രിക് ഫ്ലക്സ് എന്ത് ചെയ്യും മക്കളെ? അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. സോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് ഇൻറ്റു ε0 which is equal to എന്താ മക്കളെ? നമുക്ക് കിട്ടും ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. ഓക്കെ ആണോ? അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന് രണ്ട് ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ഉണ്ട്. ഈ രണ്ട് ഇക്വേഷനും പഠിച്ചു വെക്കുക. ഇതിന് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾ NCERT ക്വസ്റ്റ്യൻസ് ഉണ്ട്, നീറ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മൾ ചെയ്യാൻ പോവുകയാണ് ഈ ഇക്വേഷൻ വെച്ചുള്ള ക്വസ്റ്റ്യൻസ്. നോക്കാം, ചെയ്ത് നോക്കാം. നോക്കാം മക്കളെ, ക്വസ്റ്റ്യൻ ആണ് ഒരു കപ്പാസിറ്റർ ഉണ്ട്. അതിന്റെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ഒരു 50 മൈക്രോ ഫാരഡ് ആണ്. കപ്പാസിറ്റൻസിന്റെ വാല്യൂ എത്രയാണ് മക്കളെ? 50 മൈക്രോ ഫാരഡ് ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ വോൾട്ടേജ് എന്ന് പറയുന്നത് വോൾട്ടേജ് which is equal to ഒരു 100 വോൾട്ട് ആണ്. 100 വോൾട്ട് പെർ സെക്കൻഡ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോൾട്ടേജ് എത്രയാണ്? 100 വോൾട്ട് ആണ്.
അങ്ങനെയെങ്കിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എത്രയാണ്? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എത്രയാണ്? സോ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും മക്കളെ? ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? സി ഇൻറ്റു ഡി വി ഡിവൈഡ് ബൈ ഡി ടി ആണ്. ഡയറക്റ്റ് ഇക്വേഷൻ കൊടുത്താൽ മതി അല്ലേ? സിന്റെ വാല്യൂ എത്രയാണ്? 50 മൈക്രോ 10⁻⁻6 ഇൻറ്റു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോൾട്ട് എത്രയാണ്? 100 വോൾട്ട്, വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും മക്കളെ? 5 ഇൻറ്റു 10⁻³ ആംപിയർ അല്ലെങ്കിൽ 5 മില്ലി ആംപിയർ. 5 മില്ലി ആംപിയർ. സിമ്പിൾ അല്ലേടാ? സോ സിമ്പിൾ. അങ്ങനെയെങ്കിൽ പറഞ്ഞേ കണ്ടക്ഷൻ കറണ്ട് എത്രയായിരിക്കും? കണ്ടക്ഷൻ കറണ്ട് എത്രയായിരിക്കും? നമുക്കറിയാം കണ്ടക്ഷൻ കറണ്ട് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എത്ര മക്കളെ? സെയിം ആണ്. അപ്പൊ കണ്ടക്ഷൻ കറണ്ട് എത്രയായിരിക്കും? കണ്ടക്ഷൻ കറണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു അതും 5 മില്ലി ആംപിയർ ആയിരിക്കും. മനസ്സിലായോ? സിമ്പിൾ അല്ലേടാ? സോ സിമ്പിൾ. കുഞ്ഞി ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് മൂവ് ചെയ്യാം. നെക്സ്റ്റ് സെക്ഷൻ നോക്കൂ മക്കളെ. നമുക്ക് മനസ്സിലായി ഒരു ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ്. എന്താ മനസ്സിലായി? ഒരു ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യും? എടാ, കറണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യും. ശരിയാണോ? ഒരു ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് ആരെ പ്രൊഡ്യൂസ് ചെയ്യും? കറണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യും. അതിനെ വിളിക്കുന്ന പേരെന്താണ്? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. ഇനി അതുപോലെയാണെങ്കിൽ ഒരു ടൈം വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ആരെ പ്രൊഡ്യൂസ് ചെയ്യും? കറണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യും. അതിനെ വിളിക്കുന്ന പേരെന്താണ്? കണ്ടക്ഷൻ കറണ്ട്. മക്കളെ ഇത് എന്താണ് മക്കളെ? ഈക്വൽ ആണ്. ശരിയാണോ? കണ്ടക്ഷൻ കറണ്ട് മാഗ്നറ്റിക് കറണ്ട് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്താണ്? സെയിം തന്നെയാണ്. കണ്ടക്ഷൻ കറണ്ട് തന്നെയാണ് എന്ത്? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. സോ ഇങ്ങനെയും പറഞ്ഞുകൂടെ? ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് ആരെ പ്രൊഡ്യൂസ് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യും. ടൈം വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡിനെയും പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയും പറഞ്ഞുകൂടെ മക്കളെ? അങ്ങനെയും പറയാം. സോ ഒരു ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ്, ശ്രദ്ധിക്കണേ, ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ ഒരു ടൈം വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ആരെ പ്രൊഡ്യൂസ് ചെയ്യും? ഇലക്ട്രിക് ഫീൽഡിനെയും പ്രൊഡ്യൂസ് ചെയ്യും. സോ ആരും തമ്മിൽ ബന്ധമുണ്ടടാ? ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ ബന്ധമുണ്ട്. അതിന്റെ ഇക്വേഷൻസ് തമ്മിൽ ബന്ധമുണ്ട്. ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും ഇക്വേഷൻ തമ്മിൽ ബന്ധമുണ്ടെന്ന് ആദ്യമായിട്ട് മനസ്സിലായത് ആർക്കാണെന്ന് അറിയാമോ? മാക്സ്വെല്ലിനാണ്. അദ്ദേഹമാണെങ്കിൽ അതുവരുണ്ടായിരുന്ന എല്ലാത്തരം ഇക്വേഷൻസിനെയും ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡിലും ക്ലബ് ചെയ്യിക്കുന്ന എല്ലാത്തരം ഇക്വേഷൻസിനെയും ഒരുമിച്ച് കൊണ്ടുവന്നു, ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നു. എന്നിട്ട് അദ്ദേഹം അതിന് പേരിട്ടു മാക്സ്വെൽസ് ഇക്വേഷൻസ്. സോ ഈ മാക്സ്വെൽ ഇക്വേഷനെ അദ്ദേഹമാണെങ്കിൽ പഠനവിധേയമാക്കി, അതിനെക്കുറിച്ച് പഠിച്ചു, ആ സെറ്റ് ഓഫ് ഇക്വേഷൻസിനെ പറ്റി പഠിച്ചു. അതിൽ നിന്നും അദ്ദേഹത്തിന് മനസ്സിലായി ഇലക്ട്രിക് ഫീൽഡിന്റെ വേരിയേഷൻ. ആ ഇലക്ട്രിക് ഫീൽഡിന്റെ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ആ ചുമ്മാ നിൽക്കുന്ന വേരിയേഷൻ അല്ല, അതെന്തെയും സഞ്ചരിക്കുന്ന വേരിയേഷൻ ആണ്. ഇലക്ട്രിക് ഫീൽഡിന്റെ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ അത് ഒരു സ്പേസിൽ അനങ്ങാൻ നിൽക്കുകയല്ല, അതെന്താണ്? സഞ്ചരിക്കുകയാണ്. ഇലക്ട്രിക് ഫീൽഡിന്റെ വേരിയേഷൻ ആക്ച്വലി സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ വേരിയേഷൻ, വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ വേരിയിങ് ഇലക്ട്രിക് ഫീൽഡും വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡും ഒരുമിച്ച് ഉണ്ടാകുന്നെങ്കിൽ അത് ഒരുമിച്ച് സഞ്ചരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അദ്ദേഹം പറഞ്ഞു ഇതൊരു വേവ് ഫോർമാറ്റിലാണ് സഞ്ചരിക്കുന്നത്. സോ വേരിയിങ് ഇലക്ട്രിക് ഫീൽഡും വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡും എങ്ങനെ സഞ്ചരിക്കുന്നത്? ഒരു വേവ് ഫോർമാറ്റിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ആക്ച്വലി എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്? ഒരു വേവ് ഫോർമാറ്റിലാണ് സഞ്ചരിക്കുന്നത്. അല്ലാതെ അതാണെങ്കിൽ സാധാരണ കറണ്ട് കണക്ക് കണ്ടക്ട് ചെയ്യുന്നതാണോടാ? ഇങ്ങനെ കടന്നു പോകുന്ന കറണ്ട് ആണോ? അല്ല. പകരമാണെങ്കിൽ അതൊരു വേവ് ഫോർമാറ്റിലാണ് സഞ്ചരിക്കുന്നത്. സോ കപ്പാസിറ്ററിന്റെ ഇടയിലാണെങ്കിൽ, പ്ലേറ്റുകൾക്ക് ഇടയിലാണെങ്കിൽ ആരുണ്ടാവും മക്കളെ? ഈ ഒരു കറണ്ട് ഉണ്ടാവും. ആ കറണ്ട് എങ്ങനെ സഞ്ചരിക്കുന്നത്? ഒരു വേവ് ആയിട്ടാണ് സഞ്ചരിക്കുന്നതെന്ന് ആര് പറഞ്ഞു? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഒരു വേവ് ഫോർമാറ്റിലാണ് സഞ്ചരിക്കുന്നത്. ആ വേവിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ആർക്ക് ഈക്വൽ ആണ്? ലൈറ്റിന്റെ സ്പീഡിന് ഈക്വൽ ആണ്. അങ്ങനെയെങ്കിൽ അത്തരം വേവിനെ പറ്റിയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോണത്. എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. സോ മാക്സ്വെൽ ആണെങ്കിൽ ആ ഇക്വേഷൻസ്, ഏത് ഇക്വേഷൻസ്? ആ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും കമ്പൈൻ ചെയ്യുന്ന എല്ലാ ഇക്വേഷനും വെച്ചിട്ടാണെങ്കിൽ അദ്ദേഹം പഠന വിധേയമാക്കി. അതിലും അദ്ദേഹത്തിന് മനസ്സിലായി വേരിയിങ് ഇലക്ട്രിക് ഫീൽഡും വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡും ആക്ച്വലി ഒരു വേവ് ഫോർമാറ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ വേവ് ഫോർമാറ്റിനെ വിളിക്കുന്ന പേരാണ് എന്താ മക്കളെ? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. സോ അദ്ദേഹം തിയറിറ്റിക്കലി പറഞ്ഞു, മാക്സ്വെൽ തിയറിറ്റിക്കലി ആണ് പറഞ്ഞത്. മാക്സ്വെൽ തിയറിറ്റിക്കലി പറഞ്ഞു ഞാൻ ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻസ് എഴുതാൻ പോവുകയാണ്. ഇലക്ട്രിക് ഫീൽഡിനെയും മാഗ്നറ്റിക് ഫീൽഡിനെയും ക്ലബ് ചെയ്യുന്ന, അതുവരെയുള്ള ഇലക്ട്രിക് ഫീൽഡിനെയും മാഗ്നറ്റിക് ഫീൽഡിനെയും എല്ലാം ക്ലബ് ചെയ്യുന്ന സെറ്റ് ഓഫ് ഇക്വേഷൻസ് എടുക്കാൻ പോവുകയാണ്. ഏതൊക്കെയാണ്? ഒന്ന്, നിങ്ങൾക്കറിയാവുന്ന ഗോസസ് ലോ, E ഡോട്ട് ds which is equal to Q divided by epsilon 0. എന്താ മക്കളെ? ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഇതെന്താണ്? ഫ്ലക്സ് ആണ്, ഇലക്ട്രിക് ഫ്ലക്സ്. ഇതെന്താണ് മക്കളെ? Q divided by epsilon 0. സോ എന്താണ്? ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഓക്കെ ആണോ? ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അടുത്തത്
ഇനി ഈ ഇക്ക് പകരമാണെങ്കിൽ ബി ആണെങ്കിലോടാ മക്കളെ, ഇക്ക് പകരം ബി ആണെങ്കിലോ നിങ്ങൾ പറയും സർ സീറോ. എന്താണ് ഇതിന് മീനിങ്? എന്താ മക്കളെ? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഓവർ എ ക്ലോസ്ഡ് സർഫസ് വിച്ച് ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡ് ബൈ എപ്സിലോൺ സീറോ. ആകെ ഫ്ലക്സിന്റെ വാല്യൂ, ഗോസിയൻ സർഫസിൽ വന്ന് വീഴുന്ന ആകെ ഫ്ലക്സിന്റെ വാല്യൂ ക്യൂ ഡിവൈഡ് ബൈ എപ്സിലോൺ സീറോ. ഇതിന് മീനിങ് എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് വിച്ച് ഈസ് ഈക്വൽ ടു സീറോ. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് വിച്ച് ഈസ് ഈക്വൽ ടു എത്ര മക്കളെ? സീറോ. എത്ര ഫ്ലക്സ് ആണോ കയറുന്നത് അത്രയും ഫ്ലക്സ് ഇറങ്ങിപ്പോകും. ആകെ ഫ്ലക്സിന്റെ വാല്യൂ എത്രയാണ്? സർഫസിൽ വീണ ആകെ ഫ്ലക്സിന്റെ വാല്യൂ എത്ര മക്കളെ? സർഫസിൽ വീണ ആകെ ഫ്ലക്സിന്റെ വാല്യൂ സീറോ ആണ്. സോ ഇതിനെ വിളിക്കുന്ന പേര് എന്താണ്? ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം. ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം. ശരി, ഇനി ഇപ്പം നമ്മൾ ഡി എസിനെ മാറ്റി ഡി എൽ ആണെങ്കിലോ, ലൂപ്പ് ആണെങ്കിലോ, ഇത് സർഫസ് ആയിരുന്നു, സർഫസിനെ മാറ്റി ലൂപ്പ് ആക്കിയാലോ? സോ നമുക്ക് ലൂപ്പ് ആക്കാം. ഈ അതുപോലെ എഴുതി ഈ ഡി എസിനെ മാറ്റി ഡി എൽ എന്നാക്കി. എന്നിട്ട് മക്കളെ ആ ഇ ഡോട്ട് ഡി എൽ അതെന്താണ്? വോൾട്ടേജ് ആണ്, വോൾട്ടേജ് ആണ്. സോ വോൾട്ടേജ് വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഡി ഫൈവ് ഡിവൈഡ് ബൈ ഡി ടി. ഏതാണ്? ഫാരഡേസ് ലോ. ഫാരഡേസ് ലോ ശരിയാണോ? മൈനസ് ഡി ഫൈവ് ബൈ ഡി ടി. മൈനസ് തന്നെ സൂചിപ്പിക്കുന്ന മക്കളെ അതിന്റെ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡിനെ പൊട്ടൻഷ്യൽ എതിർക്കുന്നു പറയുന്നുണ്ട്. ശരിയാണോ? ലെൻസസ് ലോ സൂചിപ്പിക്കുന്നുണ്ട്. ശരി, ഇനിയാണെങ്കിൽ ഈ ബി എ മാറ്റി ഇ ആക്കണ, സോറി ഇ എ മാറ്റി ബി ആക്കണ. ബി ഡോട്ട് ഡി എൽ വിച്ച് ഈസ് ഈക്വൽ ടു മ്യൂ സീറോ ടൈംസ് ഓഫ് ഐ. ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? എ സി എൽ, ആംബിയർ സർക്യൂട്ട് അല്ലോ. പറയത്തില്ലേ മക്കളെ? പറയും. ഇനിയാണെങ്കിൽ ഈ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കറണ്ട് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഉണ്ട് ആക്ച്വലി അല്ലേ? ഏതൊക്കെയാണ് നോക്കടാ മക്കളെ. കപ്പാസിറ്റർ കേസിലാണെങ്കിൽ ഇവിടെ ഐ സി ആണെങ്കിൽ ഇവിടെ ആരാണ്? ഐ ഡി ആണ്. സോ ഐ സി ഉള്ളപ്പോൾ ആര് കാണത്തില്ല? ഐ ഡി കാണത്തില്ല. ഐ ഡി ഉള്ളപ്പോൾ ആര് കാണത്തില്ല? ഐ സി കാണത്തില്ല. ഐ സി പൂർണ്ണമായിട്ടും ആരായിട്ട് കൺവേർട്ട് ചെയ്യും? ഐ ഡി ആയിട്ട് കൺവേർട്ട് ചെയ്യും. പിന്നീട് ഈ ഐ ഡി വീണ്ടും ഐ സി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെ സർക്യൂട്ട് കംപ്ലീറ്റ് ആകും. സോ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഐ സി ആണ് കാണാൻ കഴിയുന്നെങ്കിൽ മറ്റൊരു ഭാഗത്ത് ഐ ഡി ആയിരിക്കും. സോ ഇക്വേഷൻ നമുക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി വരുത്തണം. അങ്ങനെയെങ്കിൽ മാക്സ്വെൽ പറഞ്ഞു ബി ഡോട്ട് ഡി എൽ വിച്ച് ഈസ് ഈക്വൽ ടു മ്യൂ സീറോ ടൈംസ് ഓഫ് ഐക്ക് പകരം പറഞ്ഞു ഐ സി പ്ലസ് ഐ ഡി. എന്താണ്? മോഡിഫൈഡ് ഫോം ഓഫ് ഐ സി എൽ. ആംബിയർ സർക്യൂട്ട് ലോയുടെ മോഡിഫൈഡ് ഫോം ആയിരുന്നു മക്കളെ. 1, 2, 3, 4 ഈ 4 ഇക്വേഷൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മാക്സ്വെൽസ് ഇക്വേഷൻ. നോക്കടാ, ഇ ഡോട്ട് ഡി എസ്, ബി ഡോട്ട് ഡി എസ്, ഇ ഡോട്ട് ഡി എൽ, ബി ഡോട്ട് ഡി എൽ. സിമ്പിൾ അല്ലേ മക്കളെ? സോ സിമ്പിൾ കുഞ്ഞിക്കാര്യം. ഇതെന്താണ്? ഗോസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ഗോസ് ലോ ഇൻ മാഗ്നറ്റിസം, ഫാരഡേസ് ലോ, അതുപോലെയാണെങ്കിൽ ആംബിയർ സർക്യൂട്ട് ലോ. ഈ 4 നിയമങ്ങളെ വിളിക്കുന്ന പേരാണ്, ആ ലോസിനെ വിളിക്കുന്ന കമ്പൈൻഡ് ഫോമിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മാക്സ്വെൽസ് ഇക്വേഷൻസ്. ഓക്കെ ആണോ? സിമ്പിൾ അല്ലേടാ? സോ സിമ്പിൾ കുഞ്ഞിക്കാര്യം. നോക്ക് എഴുതിയെടുക്കുക മക്കളെ, മാക്സ്വെൽസ് ഇക്വേഷൻസ്. ഓക്കെ ശരി, അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് മൂവ് ചെയ്യാൻ പോവുകയാണ്. സോ ഇദ്ദേഹത്തിന് മനസ്സിലായി, ആർക്കാണ്? മാക്സ്വെല്ലിന് മനസ്സിലായി ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും വെറുതെ നിൽക്കുകയല്ല. ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫീൽഡ്, ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫീൽഡ്, ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് അത് വെറുതെ അങ്ങ് നിൽക്കുകയല്ല, അത് സഞ്ചരിക്കുന്നുണ്ട്. അത് എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? സഞ്ചരിക്കുന്നുണ്ട്. അത് എന്ത് ചെയ്യുന്നുണ്ട്? സഞ്ചരിക്കുന്നുണ്ടെന്ന് ആർക്ക് മനസ്സിലായി? മാക്സ്വെല്ലിന് മനസ്സിലായി. സോ അത് സഞ്ചരിക്കുന്നത് ആരുടെ സ്പീഡിലാണ്? ലൈറ്റിന്റെ വേഗതയിലാണ് ഈ ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫീൽഡും ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡും സഞ്ചരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അദ്ദേഹം പറഞ്ഞു ഇത്തരം വേവിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് അദ്ദേഹം തിയററ്റിക്കലി പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹെഡ്സ് വരുന്നത്. ഹെഡ്സ് ആണെങ്കിൽ ഇതിനെ എക്സ്പെരിമെന്റ് വഴി പ്രൂവ് ചെയ്യാൻ നോക്കി. ഹെഡ്സ് പറഞ്ഞു ഒരു ചാർജിനെ ആണെങ്കിൽ അദ്ദേഹം ആക്സലറേറ്റ് ചെയ്യിച്ചു. ചാർജിനെ എന്ത് ചെയ്തു? ആക്സലറേറ്റ് ചെയ്യിച്ചു. ചാർജിനെ ആക്സലറേറ്റ് ചെയ്യിച്ചു. സോ ചാർജ് ആക്സലറേറ്റ് ചെയ്തു. അല്ലെങ്കിൽ ചാർജിനെ ഓസിലേറ്റ് ചെയ്യിക്കാം. ചാർജിനെ ഓസിലേറ്റ് ചെയ്യിക്കാം. ചാർജിനെ ഓസിലേറ്റ് ചെയ്യിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്യിച്ചു. സോ ചാർജിനെ ആക്സലറേറ്റ് ചെയ്യിക്കുമ്പോഴോ ചാർജിനെ ഓസിലേറ്റ് ചെയ്യിക്കുമ്പോഴോ അദ്ദേഹം എന്ത് കണ്ടടാ മക്കളെ? അദ്ദേഹം പ്രാക്ടിക്കലി കണ്ടു. എന്തിനെ കണ്ടു? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ കണ്ടു. സോ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ പ്രൊഡ്യൂസ് ചെയ്തതാരാണ്? ആദ്യമായിട്ട് പ്രാക്ടിക്കലി പ്രൊഡ്യൂസ് ചെയ്തതാരാണ്? ഹെഡ്സ് ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ പറ്റി പറഞ്ഞതാരാണ്? ആദ്യമായിട്ട് തിയററ്റിക്കലി പറഞ്ഞതാരാണ്? മാക്സ്വെൽ ആണ്. സോ പ്രൊഡ്യൂസ് ചെയ്ത ആരാണ്? ഹെഡ്സ് എക്സ്പെരിമെന്റ് ആയിരുന്നു. മാക്സ്വെൽ എക്സ്പെരിമെന്റ് ഒന്നും കണ്ടക്ട് ചെയ്തിട്ടില്ല. പകരമാണെങ്കിൽ അദ്ദേഹം തിയററ്റിക്കലി ഫോമുല ഉപയോഗിച്ചിട്ട് തിയററ്റിക്കലി പറഞ്ഞാണ് ഇങ്ങനെ വേവ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. ആ വേവ് ഉണ്ടാവുമെന്ന് പറഞ്ഞതിനെ പ്രാക്ടിക്കലായിട്ട് പ്രൂവ് ചെയ്ത് കാണിച്ചതാരാണ്? ഹെഡ്സ് ആണ്. ഹെഡ്സ് എന്ത് പറഞ്ഞു? ഒരു ചാർജ് ആക്സലറേറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഓസിലേറ്റ് ചെയ്യുമ്പോഴോ എന്ത് ചെയ്യും മക്കളെ? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ പ്രൊഡ്യൂസ് ചെയ്യും, എനർജി ലിബറേറ്റ് ചെയ്യും. ഓക്കെ ആണോ? ഇത്രയും കാര്യം മനസ്സിലായോ? സിമ്പിൾ അല്ലേടാ? സോ സിമ്പിൾ.
ഇനി നമ്മൾ പഠിക്കാൻ പോവുകയാണ് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ ഓരോ പ്രോപ്പർട്ടി പഠിക്കാൻ പോവുകയാണ്. ആ ഓരോ പ്രോപ്പർട്ടിയിൽ നിന്നും എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം, ആ ക്വസ്റ്റ്യൻ എല്ലാം പറഞ്ഞു തരും. എങ്ങനെയൊക്കെ മോഡലാണ് വരുന്നത്, ആ മോഡൽ എല്ലാം പറഞ്ഞു തരും. ഓക്കെ മക്കളെ, ഇക്വേഷൻസ് ആണ് മക്കളെ മെയിൻലി അറിഞ്ഞിരിക്കേണ്ടത്. ഓരോ ക്വസ്റ്റ്യനും, അതായത് ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും അതിൽ ഇക്വേഷൻ കാണും, മെയിൻ ഇക്വേഷൻ കാണും. ഞാൻ ആ മെയിൻ ഇക്വേഷൻ ഉണ്ടാക്കാനും ആ മെയിൻ ഇക്വേഷൻ എങ്ങനെ വന്നെന്നും ആ മെയിൻ ഇക്വേഷനിൽ നിന്നും എങ്ങനെയൊക്കെ ഡിഫറെന്റ് മോഡൽ ചോദിക്കാമെന്നും എന്തെല്ലാം വെറൈറ്റി ക്വസ്റ്റ്യൻ ചോദിക്കാമെന്നും പറഞ്ഞു തരും. ഓക്കെ, ശരി, നമുക്ക് മൂവ് ചെയ്യാം. ഓരോ പ്രോപ്പർട്ടി എടുക്കാം, ആ ഓരോ പ്രോപ്പർട്ടിയും ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം, അതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, ശരി, മക്കളെ. മക്കളെ, നമ്മുടെ ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് സ്പീഡ്. എന്താണ് സ്പീഡ്? ഒന്നാമത്തെ പ്രോപ്പർട്ടിയാണ് സ്പീഡ്. നമ്മൾ സ്പീഡിനെ വി കൊണ്ട് സൂചിപ്പിക്കാം. ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ സ്പീഡ് ഒന്നാമത്തെ ഇക്വേഷൻ ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ സ്പീഡ് വിച്ച് ഈസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ഡിവൈഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ. ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ഡിവൈഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ. മക്കളെ, ഇതെന്താണ്? ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ആണ്. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ഓരോ ഇൻസ്റ്റന്റിലും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ കൂടിയും കുറഞ്ഞും പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അതുപോലെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡും കൂടിയും കുറഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഇതിനെപ്പറ്റി പഠിക്കാം. ഈ ഫിഗർ ഞാൻ വീണ്ടും പറഞ്ഞു തരും. മാഗ്നറ്റിക് ഫീൽഡും ഓരോ ഇൻസ്റ്റന്റിലും കൂടിയും കുറഞ്ഞും വന്നുകൊണ്ടേയിരിക്കുകയാണ്. സോ ഇത് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ആണ്. അതെന്താ മക്കളെ? ഇതെന്താടാ? ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ആണ്. ഇത് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ആണ്. ഇതെന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ ആണ്. സോ ഇലക്ട്രിക് ഫീൽഡ് ഇതെന്താണ്? മാഗ്നറ്റിക് ഫീൽഡ്. സോ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. സോ ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ഡിവൈഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്താ മക്കളെ? നമ്മളുടെ സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? സോ ഇലക്ട്രിക് ഫീൽഡ് ഡിവൈഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ് ആണ് സ്പീഡ് എന്ന് പറയുന്നത്. ഇതിൽ നിന്നും ഇങ്ങനെ വരെ ക്വസ്റ്റ്യൻ ഉണ്ടാവാം. എന്താണ്? ഡയമെൻഷൻ ചോദിക്കാം. ഡയമെൻഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഡിവൈഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് ഈസ് ഈക്വൽ ടു സ്പീഡ് ആണ്. L(t⁻⁻1) ആണ്. മനസ്സിലായോ? ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. ശരി, ഇപ്പം ഡയമെൻഷൻ വഴിയൊക്കെ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ശരി മക്കളെ, നമുക്ക് മക്കളെ അടുത്ത ഇക്വേഷൻ ഞാൻ പറയുകയാണ്. ഇതെന്താണ്? ഒരു മീഡിയത്തിലെ സ്പീഡാണ്. ഇതെന്താണ്? സ്പീഡ് ഇൻ എ മീഡിയം. അങ്ങനെ പറഞ്ഞുകൂടെ? ഇതെന്താണ്? സ്പീഡ് ഇൻ എ മീഡിയം. ഒരു മീഡിയത്തിലൂടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ട്രാവൽ ചെയ്യുമ്പോഴുള്ള സ്പീഡാണ് എന്ത്? വി എന്ന് പറയുന്നത്. ഈ എന്താ മക്കളെ? ആ മീഡിയത്തിന്റെ ഏത് മീഡിയത്തിലാണോ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് കടന്നു പോകുന്നത് ആ മീഡിയത്തിലെ ഈയുടെ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ആണ്. ബി എന്താണ്? അതും ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ആണ്. ഏത് മീഡിയത്തിലൂടെയാണ് കടന്നു പോകുന്നത് ആ മീഡിയത്തിന്റെ ബിയിലെ ആ പോയിന്റിലെ ബിന്റെ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ആണ് എടുക്കേണ്ടത്. സോ ഞാൻ പറയുകയാണ് നമ്മുടെ ഇക്വേഷൻ എന്താണ്? ബേസിക് ഇക്വേഷൻ എന്തായിരുന്നു? വി വിച്ച് ഈസ് ഈക്വൽ ടു ഇ ഡിവൈഡ് ബൈ ബി. നമ്മുടെ ബേസിക് ഇക്വേഷൻ ഇതായിരുന്നു മക്കളെ. ഞാൻ പറയുകയാണ്, ഇത് വാക്യൂം ആണെങ്കിൽ, മീഡിയം വാക്യൂം ആണെങ്കിൽ നിങ്ങൾ പറയും വാക്യൂം ആണെങ്കിൽ സാർ സ്പീഡിന്റെ വാല്യൂ സി ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എക്സാമ്പിൾ ആണ് ലൈറ്റ് എന്ന് പറയുന്നത്. വാക്യത്തിലുള്ള ലൈറ്റിന്റെ സ്പീഡ് എത്രയാണ്? സി ആണ്. സോ സി വിച്ച് ഈസ് ഈക്വൽ ടു ഞാൻ പറയും ഇലക്ട്രിക് ഫീൽഡ് എവിടെയാണ്? മീഡിയത്തിന്റെ പേരെന്താണ്? അറ്റ് വാക്വം ഡിവൈഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് വാക്വം. പറഞ്ഞു വേടാ? പറയാം. സോ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് വാക്വം ഡിവൈഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് വാക്വം. മക്കളെ, ഇതെന്താണ്? ആ വാക്യത്തിലൂടെ ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് കടന്നു പോവുകയാണ്, വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് കടന്നു പോവുകയാണ്. അതുപോലെ വാക്യത്തിലൂടെ ആണെങ്കിൽ വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് കടന്നു പോവുകയാണ്. ഇങ്ങനെ വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡും കടന്നു പോവുകയാണ്. ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ കടന്നു പോവുകയാണ്. കണ്ടോ? അതിന്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കുകയാണ്, അതിന്റെ വാല്യൂ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഇൻസ്റ്റന്റിലും ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ, മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. മക്കളെ, അങ്ങനെയെങ്കിൽ ഞാൻ ഒരു ഇൻസ്റ്റന്റ് എടുക്കാൻ പോവുകയാണ്. ആ ഇൻസ്റ്റന്റ് പ്രത്യേകം എന്താണ്? അതിന് പീക്ക് വാല്യൂ ആണ് കിട്ടുന്നത് അല്ലേ? പീക്ക് വാല്യൂ. ഈ ഇൻസ്റ്റന്റിൽ എന്താണ്? പീക്ക് വാല്യൂ ആണ്. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പീക്ക് വാല്യൂ കിട്ടും. അങ്ങനെയെങ്കിൽ അതും എടുത്തൂടെ? അങ്ങനെയും എടുക്കാം. സോ സി വിച്ച് ഈസ് ഈക്വൽ ടു E0. E0 എന്താണ്? പീക്ക് വാല്യൂ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. എന്താണ്? പീക്ക് വാല്യൂ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അങ്ങനെയും പറഞ്ഞൂടെ മക്കളെ? അങ്ങനെയും പറയാം. ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ ചെയ്യാമല്ലോ. സോ സ്പീഡ് ഇക്വേഷൻ പറഞ്ഞ മക്കളെ, സ്പീഡ് വിച്ച് ഈസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ഡിവൈഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് വാക്വം ഡിവൈഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് വാക്വം വിച്ച് ഈസ് ഈക്വൽ ടു സ്പീഡ് ഓഫ് ലൈറ്റ്. സി വിച്ച് ഈസ് ഈക്വൽ ടു E0 ഡിവൈഡ് ബൈ B0. ഓക്കെ ആണോടാ? ഇക്വേഷൻ മനസ്സിലായല്ലോ? ശരി, അങ്ങനെയെങ്കിൽ ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ ചെയ്യാം മക്കളെ. നോക്കടാ, ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഒരു മീഡിയത്തിലൂടെ കടന്നു പോവുകയാണ്, വാക്വത്തിലൂടെ കടന്നു പോവുകയാണ് ഇരിക്കും. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് വാക്വത്തിലൂടെ കടന്നു പോവുകയാണ്. ക്വസ്റ്റ്യൻ ആയിരിക്കും പറയണത്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവിലെ
മാഗ്നറ്റിക് ഫീൽഡിന്റെ പീക്ക് വാല്യൂ എന്ന് പറയുന്നത് 20 നാനോ ടെസ്ലയാണ്. എത്രയാണ്? 20 നാനോ ടെസ്ല. അങ്ങനെയെങ്കിൽ അതേ ഇൻസ്റ്റന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. അതേ ഇൻസ്റ്റന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എത്രയാണ്? മക്കളെ, മാഗ്നറ്റിക് ഫീൽഡ് പീക്ക് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? പീക്ക് ആയിരിക്കും. സോ ഇലക്ട്രിക് ഫീൽഡും പീക്ക് ആണ്. നമുക്ക് ഇതിന്റെ വാല്യൂ ആണ് ആക്ച്വലി വേണ്ടുന്നത്. ശരിയാണോ? ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കണം, ഇവിടെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് പീക്ക് ആണെങ്കിൽ അതേ സമയത്ത് അതേ ഇൻസ്റ്റന്റിൽ ആരും പീക്ക് ആയിരിക്കും? ഇലക്ട്രിക് ഫീൽഡും പീക്ക് ആയിരിക്കും. സോ അങ്ങനെയെങ്കിൽ പറയണം E0 ഡിവൈഡ് ബൈ B0 വാല്യൂ നമുക്കറിയാം. എന്താണ്? C ആണെന്ന് അറിയാം. നമുക്ക് E0 കണ്ടുപിടിക്കണം, which is equal to C into B0, which is equal to C എത്ര മക്കളെ? 3 into 10 raised to 8 ആണ്. സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. into C എന്താണ്? സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. into ആരാണ്? 20. B ന്റെ വാല്യൂ എത്രയാണ്? B0 ന്റെ വാല്യൂ ആണ് 20 നാനോ 10 raised to -9 ടെസ്ല. സോ 6 കിട്ടും, 60. അപ്പോഴത്തേക്ക് നമുക്ക് കിട്ടും 6 വോൾട്ട് പെർ മീറ്റർ. ഇലക്ട്രിക് ഫീൽഡ് യൂണിറ്റ് പറഞ്ഞേ വോൾട്ട് പെർ മീറ്റർ അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ കൂളോം. ഇവിടെ പറയാം വോൾട്ട് പെർ മീറ്റർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും പറയാം ന്യൂട്ടൺ പെർ കൂളോം എന്നും പറയാം. ഒരു കുഴപ്പമില്ല. ഓക്കെ ആണോ? കാര്യം മനസ്സിലായ മക്കളെ? സോ നമുക്ക് മനസ്സിലായ ഇക്വേഷൻ ആണ് എന്താണ്? സ്പീഡ് വിച്ച് ഈസ് ഈക്വൽ ടു E ഡിവൈഡ് ബൈ B, അല്ലെങ്കിൽ C വിച്ച് ഈസ് ഈക്വൽ ടു E0 ഡിവൈഡ് ബൈ B0. ഓക്കെ ആണോ? ഈ കാര്യം മനസ്സിലായോ? ശരി. അങ്ങനെയെങ്കിൽ മക്കളെ അടുത്ത സെറ്റ് ഓഫ് ഇക്വേഷൻ, സ്പീഡിന്റെ അടുത്ത ഇക്വേഷൻ ആണ് സ്പീഡ് വിച്ച് ഈസ് ഈക്വൽ ടു, ഇങ്ങനെയും ഇക്വേഷൻ ഉണ്ടടാ, റൂട്ട് ഓഫ് മ്യൂ എപ്സിലോൺ. റൂട്ട് ഓഫ് 1 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് മ്യൂ എപ്സിലോൺ. മക്കളെ ഇതെന്താണ്? മീഡിയത്തിലൂടെ കടന്നുപോയ സ്പീഡാണ് V എന്ന് പറയുന്നത്. ആ മീഡിയത്തിന്റെ പെർമിഎബിലിറ്റി ആണ് മ്യൂ എന്ന് പറയുന്നത്. അതേ മീഡിയത്തിന്റെ ആണെങ്കിൽ പെർമിറ്റിവിറ്റി ആണ് എന്ത്? എപ്സിലോൺ എന്ന് പറയുന്നത്. ഇങ്ങനെ പറഞ്ഞൂടെ? ഇത് വാക്വം ആണെങ്കിലോടാ നിങ്ങൾ പറയും സാർ വാക്വത്തിൽ എടുക്കും നമ്മൾ റൂട്ട് ഓഫ് μ0 ε0 എടുക്കും. മനസ്സിലായോ മക്കളെ? ഇതിന്റെയൊക്കെ ഡയമെൻഷനും ചോദിക്കാം. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ചോദിക്കാം, ഡയമെൻഷൻ ഓഫ് 1 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് μ0 ε0 എത്രയാണ്? നിങ്ങൾ പറയും സാർ ഇത് സ്പീഡ് ഓഫ് ലൈറ്റ് ആണ് അല്ലേ? ഇത് സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. അതിന്റെ ഡയമെൻഷൻ എത്രയാണ്? LT⁻⁻1 ആണ്. പറയത്തില്ലടാ? പറയും. മനസ്സിലായോ? ശരി. അപ്പൊ നമുക്ക് അടുത്ത ഇക്വേഷൻ കിട്ടിയടാ. അടുത്ത സെറ്റ് ഓഫ് ഇക്വേഷൻ കിട്ടി. ഈ രണ്ട് ഇക്വേഷൻ ഓക്കെ ആണോ? അടുത്ത സെറ്റ് ഓഫ് ഇക്വേഷൻ തീർന്നോ? തീർന്നില്ല. നോക്കൂ മക്കളെ, ഇനി നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഫോർമാറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം? സ്പീഡ് റെപ്രസെന്റ് ചെയ്യാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നോക്കടാ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഫോർമാറ്റിൽ സ്പീഡ് റെപ്രസെന്റ് ചെയ്യാൻ പോവാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്കതിനെ സ്മോൾ n എന്ന് പറയാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സ്മോൾ n. നമുക്കറിയാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വിച്ച് ഈസ് ഈക്വൽ ടു, റിഫ്രാക്റ്റീവ് എങ്ങനെ പറയാം? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഡിവൈഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. അങ്ങനെ പറഞ്ഞൂടെ മക്കളെ? പറയാം. സോ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഡിവൈഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം വിച്ച് ഈസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് ഇങ്ങനെയും എഴുതാം, റൂട്ട് ഓഫ് മ്യൂ ആർ എപ്സിലോൺ ആർ. റൂട്ട് ഓഫ് mu r epsilon r. So refractive index ന്റെ അടുത്ത ഇക്വേഷൻ എന്താണ്? n which is equal to c by v. അടുത്തത് n which is equal root of mu r epsilon r. മക്കളെ നമുക്കറിയാം റിലേറ്റീവ് പെർമിഎബിലിറ്റി mu r എന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ നിയർലി ഈക്വൽ ടു എത്ര എടുക്കണം? 1 എടുക്കണം. ക്വസ്റ്റ്യനിലാണെങ്കിൽ മീഡിയത്തെ പറ്റിയോ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പറയണം മ്യൂ ആറിന്റെ വാല്യൂ, റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാം? നമ്മൾ മുന്നേ പഠിച്ചതാണ്. നമുക്ക് ചുറ്റുമുള്ള മെറ്റീരിയലിനെ പ്രധാനമായും 3 ക്ലാസിഫൈ ചെയ്യാം: പാരാമാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക്, അതുപോലെ ഫെറോ മാഗ്നറ്റിക്. അവിടെയാണെങ്കിൽ മ്യൂ ആറിന്റെ വാല്യൂ നിങ്ങൾ കണ്ടതാണ്. അവിടെ മ്യൂ ആറിന്റെ വാല്യൂ ആണെങ്കിൽ 1നേക്കാളും കൂടുതൽ പറയുന്നത് ഫെറോ മാഗ്നറ്റിക്സിൽ മാത്രമേ ഉള്ളൂ. ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലൂടെ ആണെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് കടന്നു പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് നമുക്ക് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിനോട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ, അതൊരു എക്സെപ്ഷൻ ആയിട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള മീഡിയം ഏതാണ്? പാരാമാഗ്നറ്റിക്കും ഡയാമാഗ്നറ്റിക്കും ആണ്. അവിടെയാണെങ്കിൽ മ്യൂ ആറിന്റെ വാല്യൂ 1നേക്കാളും അല്ലെങ്കിൽ 1 ഏകദേശം നിയർലി അബൌട്ട് 1 ആയിരിക്കും അല്ലേ? പോയിന്റ് സംതിങ് ആയിരിക്കും വരുന്നത് അല്ലേ? സോ മ്യൂ ആറിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും മക്കളെ? ആ പാരാമാഗ്നറ്റായാലും ഡയാമാഗ്നറ്റായാലും ഏകദേശം 1ന് അടുത്തുള്ള വാല്യൂസ് ആയിരിക്കും കിട്ടുന്നത് എപ്പോഴും. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം ഇവിടെ മീഡിയം ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ മ്യൂ ആറിന് പകരം നമുക്ക് എത്ര പറയാം? 1 എന്ന് പറയാം. അങ്ങനെയെങ്കിൽ n എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നിയർലി ഈക്വൽ ടു അല്ല, നിയർലി ഈക്വൽ ടു എങ്ങനെ പറയാം? റൂട്ട് എപ്സിലോൺ ആർ എന്ന് പറഞ്ഞൂടെ മക്കളെ? പറയാം. ഇങ്ങനെയും ഒരു ഇക്വേഷൻ ഉണ്ട്. ഇതിൽ നിന്ന് ജെയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു. ഓക്കെ, ശരി. ഇത്രയും കാര്യം മനസ്സിലായോ? അങ്ങനെയെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരാമല്ലോ, ക്വസ്റ്റ്യൻ ചെയ്യാമല്ലോ. ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ ചെയ്തേക്കോ. ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ ആണ്.
ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഉണ്ട്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എൻറ്റർ ഇൻ എ മീഡിയം ഓഫ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഒരു 4 എടുക്കാൻ പോവാണ്. റിലേറ്റീവ് പെർമിറ്റിവിറ്റി എത്രയാണ്? 4 ആണ്. ഇറ്റ്സ് അപ്രോക്സിമേറ്റ് refractive index will be ഇതിന്റെ approximate refractive index will be നോക്കൂ മക്കളെ, approximate refractive index which is equal to പറഞ്ഞേ റൂട്ട് mu r ആണ്. ശരിയാണോ? റൂട്ട് mu r. അങ്ങനെ പെട്ടെന്ന് പറഞ്ഞേടാ, ആൻസർ പെട്ടെന്ന് പറഞ്ഞേ. നമ്മൾ പറയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, മീഡിയം ഒന്നും പറയുന്നില്ല, അതിന്റെ mu r നെ പറ്റി ഒന്നും പറയുന്നില്ല, which is equal to അല്ലെങ്കിൽ approximately equal to റൂട്ട് എപ്സിലോൺ r എന്ന് പറയും. which is equal to എത്ര കിട്ടും മക്കളെ? റൂട്ട് 4 അല്ലേ? 4 which is equal to 2. സോ n-ന്റെ അപ്രോക്സിമേറ്റ് വാല്യൂ എത്രയാടാ? 2 ആണ്. മനസ്സിലാവുണ്ടോ? സിമ്പിൾ അല്ലേ മക്കളെ? സോ സിമ്പിൾ. ഇനി ഞാൻ സെയിം ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവുകയാണ്. അതിന്റെ ഫ്രീക്വൻസി എത്രയാണ് ചേഞ്ച് ചെയ്യുന്നത്? സോ ലൈറ്റ് ആണെങ്കിൽ mu r എന്ന മീഡിയത്തിലേക്ക് എൻ്റർ ചെയ്യാൻ പോവുകയാണ്. ലൈറ്റ് വരാൻ പോവുകയാണ്. ലൈറ്റ് ഒരു മീഡിയത്തിലേക്ക് എൻ്റർ ചെയ്യാൻ പോവുകയാണ്. ആ മീഡിയത്തിന്റെ n-ന്റെ വാല്യൂ എത്രയാ മക്കളെ? n-ന്റെ വാല്യൂ 2 ആണ്. അങ്ങനെയെങ്കിൽ അതിന്റെ ഫ്രീക്വൻസി, ഇവിടുത്തെ ഫ്രീക്വൻസി f ആണ്, ഇവിടുത്തെ ഫ്രീക്വൻസി f ഡാഷ് എത്രയെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവുകയാണ്. ക്വസ്റ്റ്യൻ മനസ്സിലായോ? ലൈറ്റ് വരികയാണ്, ഇത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ് വരികയാണ്, അതിന്റെ ഫ്രീക്വൻസി f ആണ്, അതൊരു മീഡിയത്തിലേക്ക് എൻ്റർ ചെയ്യാൻ പോവുകയാണ്. ആ മീഡിയത്തിന്റെ അപ്രോക്സിമേറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. അങ്ങനെയെങ്കിൽ അവിടുത്തെ ഫ്രീക്വൻസി എത്രയാണ് മക്കളെ? ഫ്രീക്വൻസി ഒരു വേവിന്റെ ഐഡന്റിറ്റി ആണ്. നമ്മൾ മുന്നേയും പറഞ്ഞാണ് ഈ കാര്യം. ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരു വേവിന്റെ ഐഡന്റിറ്റി ആണ്. ആ ഐഡന്റിറ്റി ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? ചേഞ്ച് ചെയ്യത്തില്ല. സോ മീഡിയത്തിലൂടെ കടക്കുമ്പോൾ ഒരിക്കലും ആണെങ്കിൽ ആർക്കും മാറ്റം സംഭവിക്കത്തില്ല. നമ്മളുടെ ഫ്രീക്വൻസിക്ക് മാറ്റം സംഭവിക്കത്തില്ല. അങ്ങനെയെങ്കിൽ പറഞ്ഞ മക്കളെ, ഫ്രീക്വൻസി എത്രയായിരിക്കും? എഫ് ഡാഷിന്റെ വാല്യൂ എത്ര തന്നെയായിരിക്കും? എഫ് തന്നെയായിരിക്കും. പിന്നെ ആർക്കാ മാറ്റം സംഭവിക്കുന്നേ? നോക്കടാ മക്കളെ, സ്പീഡ് നോക്കടാ, സ്പീഡ് നോക്ക്. നമുക്കറിയാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വിച്ച് ഈസ് ഈക്വൽ ടു സി ഡിവൈഡ് ബൈ വി എന്നാണ്. ശരിയാണോ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വിച്ച് ഈസ് ഈക്വൽ ടു സി ഡിവൈഡ് ബൈ ബി. സോ ലൈറ്റ് വരികയാണ്, ഇവിടുത്തെ സ്പീഡ് എന്ന് പറയുന്നത് സി ആണ്. ഇവിടുത്തെ സ്പീഡ് എത്രയാണ്? സി ആണ് ഇവിടുത്തെ സ്പീഡ്. ഈ മീഡിയത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. സോ മീഡിയത്തിന്റെ സ്പീഡ് വിച്ച് ഈസ് ഈക്വൽ ടു സി ഡിവൈഡ് ബൈ എത്രയായിട്ട് മാറും? എൻ ആയിട്ട് മാറും. എന്റെ വാല്യൂ എത്ര മക്കളെ? 2 ആണ്. സോ സി ഡിവൈഡ് ബൈ 2 ആയിട്ട് മാറും. ആര് മാറും മക്കളെ? ആര് ചേഞ്ച് ചെയ്യും? മീഡിയത്തിലേക്ക് കടക്കുന്നതിന്റെ ഫലമായിട്ട് സ്പീഡിന്റെ വാല്യൂ എന്തായിട്ട് മാറും മക്കളെ? സി ബൈ 2 ആയിട്ട് മാറും. ഇവിടെ സ്പീഡിന്റെ വാല്യൂ സി ആണെങ്കിൽ സ്പീഡിന്റെ വാല്യൂ ഇവിടെ സി ബൈ 2 ആയിട്ട് മാറും. സ്പീഡ് ചേഞ്ച് ചെയ്യും. നമുക്കറിയാം സ്പീഡ് വിച്ച് ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം. സോ ഡിസ്പ്ലേസ്മെന്റ് പകരം പറയാം ലാംഡ എന്ന് പറയാം. വേവിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ് ലാംഡ എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെന്റ് അതിനാവശ്യമായ സമയമാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. സോ 1 ബൈ ടൈം പീരീഡ് ആണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സോ സ്പീഡ് വിച്ച് ഈസ് ഈക്വൽ ടു പറഞ്ഞേ ലാംഡ ഇൻറ്റു ഫ്രീക്വൻസി എഫ് എന്ന് പറയാം. സോ എഫിന് ചേഞ്ച് ചെയ്യുന്നില്ല. ആര് ചേഞ്ച് ആയി? ആ സ്പീഡ് പകുതിയായിട്ട് മാറി. സ്പീഡിന്റെ വാല്യൂ പകുതിയായിട്ട് മാറി. അങ്ങനെയെങ്കിൽ പറഞ്ഞ മക്കളെ, ഇവിടുത്തെ ലാംഡയാണെങ്കിൽ ഇവിടുത്തെ ലാംഡന്റെ വാല്യൂ എത്രയായിട്ട് മാറും മക്കളെ? ലാംഡ ഡാഷ് വിച്ച് ഈസ് ഈക്വൽ ടു ലാംഡ ബൈ 2 ആയിട്ട് മാറത്തില്ലേടാ? കാര്യം ആര് ചേഞ്ച് ആയി? ആ സ്പീഡ് ചേഞ്ച് ആയി. അപ്പൊ ആരും ചേഞ്ച് ആണോ? ഇവൻ മാറത്തില്ല. പിന്നെ ആര് ചേഞ്ച് ആയി കൊടുക്കണം? ലാംഡ ചേഞ്ച് ആയി കൊടുക്കണം. എത്രയായിട്ട് മാറും? ഇത് പകുതിയാണെങ്കിൽ സ്പീഡ് പകുതിയായി മാറി. സ്പീഡ് പകുതിയായി മാറിയെങ്കിൽ പറമക്കളെ, ഇവിടുത്തെ ആണെങ്കിൽ ലാംഡ എന്ത് ചെയ്യും? പകുതിയായിട്ട് മാറും. നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. നോക്കൂ മക്കളെ, ഇതാണ് നമ്മളുടെ വേവ്. വേവിന്റെ ആണെങ്കിൽ സ്പീഡ് സി ആണ്, ലാംഡയുണ്ട്, ഫ്രീക്വൻസി ഉണ്ട്. അത് ഒരു മീഡിയത്തിലേക്ക് കടന്നു. മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണ്? n-ന്റെ വാല്യൂ 2 ആണ്. ഇവയ്ക്ക് എന്ത് മാറ്റം സംഭവിക്കും? പറഞ്ഞേ, ഫ്രീക്വൻസിക്ക് എന്ത് മാറ്റം സംഭവിക്കും? ഫ്രീക്വൻസി ഡാഷ് വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടുത്തെ ആണെങ്കിൽ ഫ്രീക്വൻസി എഫ് ആണ്. ഫ്രീക്വൻസി ഡാഷ് എത്രയായിട്ട് മാറും? ഇവിടുത്തെ ഫ്രീക്വൻസി എത്രയായിട്ട് മാറും? ഒന്നും ഒരു മാറ്റം ഉണ്ടാകത്തില്ല. സെയിം തന്നെ ആയിരിക്കും. കാര്യം ഫ്രീക്വൻസി ഐഡന്റിറ്റി ആണ്. ഐഡന്റിറ്റി ഒരിക്കലും ചേഞ്ച് ചെയ്യത്തില്ല. അതുപോലെ സ്പീഡ് എത്രയായിട്ട് മാറും മക്കളെ? ഇവിടുത്തെ സ്പീഡ് വി ആണ്. വി എത്രയായിട്ട് മാറും? ഇത് ഈ സ്പീഡിന്റെ പകുതിയായിട്ട് മാറും. മനസ്സിലായോ? ഇവിടുത്തെ ആണെങ്കിൽ ലാംഡ
ഇവിടുത്തെ ലാംഡയാണ്. സോ ലാംഡ ഡാഷ് വിച്ച് ഈസ് ഈക്വൽ ലാംഡ ഡിവൈഡ് ബൈ 2 ആയിട്ട് മാറും. സോ ആരൊക്കെയാ ചേഞ്ച് ചെയ്തേ? സ്പീഡ് ചേഞ്ച് ചെയ്തു, അതുപോലെ വേവ് ലെങ്തും ചേഞ്ച് ചെയ്തു. ഫ്രീക്വൻസിക്ക് യാതൊരു മാറ്റവും സംഭവിക്കത്തില്ല. മനസ്സിലായോ? കോൺസെപ്റ്റ് മനസ്സിലായോ മക്കളെ? ശരി, അങ്ങനെയെങ്കിൽ അടുത്ത ഭാഗത്തേക്ക് മൂവ് ചെയ്യാമല്ലോ. നോക്കൂ മക്കളെ, നമുക്കറിയാം ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൽ ആരെ കൊണ്ടടാ? ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ഉണ്ട്, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അതുപോലെയാണെങ്കിൽ വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. ശരിയാണോ? വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. ഇത് വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. സോ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എടുത്തു കഴിഞ്ഞാൽ ആ വേവ് ഒരു വേവ് എടുക്കാൻ പോവുകയാണ്. ആ വേവിൽ ആരൊക്കെ ഉണ്ട് മക്കളെ? നോക്കടാ, ഇത് ഇലക്ട്രിക് ഫീൽഡ് ആണ്. എന്താണ്? ഇലക്ട്രിക് ഫീൽഡിന്റെ വേരിയേഷൻ. ഇലക്ട്രിക് ഫീൽഡ് കൂടിയും കുറഞ്ഞും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇലക്ട്രിക് ഫീൽഡ് ആണ്. അതുപോലെ ആരുണ്ട് മക്കളെ? മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. ആരുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഇത് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഉണ്ടോ? എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ്. സോ നമുക്ക് പറയാം വേവ് ഇങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഇവിടെ എന്തുണ്ട് മക്കളെ? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഇവിടെ എന്തുണ്ടടാ? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഇത് വേവിന്റെ വെലോസിറ്റി ആണ്. വെലോസിറ്റി ഇങ്ങനെയാണ് പോകുന്നത്. എന്താണ്? വെലോസിറ്റി വെക്ടർ ഇങ്ങനെയാണ് പോണത്. ഇത് y ആണ്, ഇത് z ആണ്. എക്സ് വൈ ഇസഡ്. ഇത് മൂന്നും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ്, വെലോസിറ്റി എന്നിവ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. ഫസ്റ്റ് കോൺസെപ്റ്റ് ഇതാണ്. ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ്, വെലോസിറ്റി ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ. ഈ മൂന്ന് വെക്ടറും മ്യൂച്വലി പെർപെൻഡിക്കുലർ. ഏതൊക്കെ വെക്ടറാണ്? ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ, മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ, അതുപോലെ വെലോസിറ്റി വെക്ടർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. ശരി, നോക്ക് മക്കളെ, അങ്ങനെയെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൽ നോക്ക്, ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ്? സൈനസോയിഡലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പീരിയോഡിക്കലി ചേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ നമുക്ക് ഇങ്ങനെ സൂചിപ്പിക്കാം. ഇലക്ട്രിക് ഫീൽഡ് വിച്ച് ഈസ് ഈക്വൽ ടു ഇ, വിച്ച് ഈസ് ഈക്വൽ ടു ഇ. എങ്ങനെയാണ്? ഈ വൈ എന്ന് പറയാം. വൈ ആക്സിലാണ് ഇലക്ട്രിക് ഫീൽഡ് അല്ലേ? ഈ വൈ വിച്ച് ഈസ് ഈക്വൽ ടു ഈ വൈ ഞാൻ ചുമ്മാ തിരിച്ചതാണ്, നമുക്ക് മനസ്സിലാവേണ്ട എഴുതിയേക്കുവാണ്. അല്ലാതെ എപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് വൈ ആക്സിലാണെന്നാണോ? അല്ല, ഞാനിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേണ്ട എഴുതിയേക്കുവാണ്. ബുക്കിലൊക്കെ ഈ വൈ എന്ന് കാണും, അല്ലെങ്കിൽ ഈ ഇസർന്ന് കാണും. അതിന് മീനിങ് എന്താണ്? ആ വരച്ചിരിക്കുന്ന ഫിഗർ അനുസരിച്ച് ഈ വൈ. Okay, so EY which is equal to E naught sin kx minus omega t. അതുപോലെ B പറഞ്ഞ മക്കളെ, B എന്താ? ഏത് ആക്സിസ് ആടാ? Z ആക്സിസ് ആണ് ഇവിടെ. So BZ which is equal to B naught sin kx minus omega t. So ഇതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ, ഇതാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ. നോക്കൂ മക്കളെ, ഇവിടെ ഇ നോട്ട് എന്താണ് മക്കളെ? പീക്ക് വാല്യൂ ഇ നോട്ട്. ഇതാണ് ഇ നോട്ട്. എന്താണ് ബി നോട്ട് എന്ന് പറയുന്നത്? ഇതിന്റെ പീക്ക് വാല്യൂ. ബി നോട്ട് ഇതാണ് പീക്ക് വാല്യൂ ആണ്. ഓക്കെ ആണോ? ഇനി എന്താണ് കെ എന്ന് പറയുന്നത്? പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ആണ് കെ എന്ന് പറയുന്നത്. കെ എന്താ മക്കളെ? പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ്. സോ കെ വിച്ച് ഈസ് ഈക്വൽ ടു 2π ഡിവൈഡ് ബൈ ലാംഡ. പറഞ്ഞുകൂടാ, കെ വിച്ച് ഈസ് ഈക്വൽ ടു 2π ഡിവൈഡ് ബൈ ലാംഡ. സോ കെന്റെ വാല്യൂ എന്താണ്? 2π ബൈ ലാംഡ ആണ്. ഇനി നോക്കൂ മക്കളെ, എക്സ് എന്താണ് മക്കളെ? എക്സ് എന്ന് പറയുന്നത് ആ എക്സ് ആക്സിസിലാണ് വെലോസിറ്റി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? എക്സ് ആക്സിലാണ്. ഈ നെഗറ്റീവ് സൈൻ എന്തിനാ സൂചിപ്പിക്കുന്നത്? അത് മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? അത് പോസിറ്റീവ് എക്സ് ആക്സിൽ എന്നാണ് ഈ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ പഠിച്ചതാണ് ഇതെല്ലാം, ആണോ? നമ്മൾ ഇവിടെ ഇതൊക്കെ പഠിച്ചതാണ്. നമ്മൾ വേവ്സിൽ പഠിച്ചതാണ്, നമ്മൾ വേവ് ഒപ്റ്റിക്സിൽ പഠിച്ചതാണ്. ഈ സെയിം കാര്യങ്ങൾ പഠിച്ചതാണ്. സോ എന്താണത്? ആ നെഗറ്റീവ് സൈൻ സൂചിപ്പിക്കുന്നത് എന്താണ്? നമ്മുടെ വേവ് ട്രാവൽ ചെയ്യുന്നത് എങ്ങനെയാണ്? അത് പോസിറ്റീവ് ആക്സിൽ നിന്നാണ് ഈ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. മക്കളെ, ഒമേഗ നിങ്ങൾക്കറിയാം, ഒമേഗ വിച്ച് ഈസ് ഈക്വൽ ടു 2π ഡിവൈഡ് ബൈ ടൈം പീരീഡ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു ഫ്രീക്വൻസി ആണ്. സോ 2πf എന്ന് പറയാം, അല്ലെങ്കിൽ 2π ഡിവൈഡ് ബൈ ടൈം പീരീഡ് എന്ന് പറയാം. ശരിയാണോ? ഒമേഗ വിച്ച് ഈസ് ഈക്വൽ ടു ഒക്കെ പറയാം, ഇത്രയും പറയാം. ശരി, അടുത്ത നോക്ക് മക്കളെ, നമുക്ക് സ്പീഡിനെ എങ്ങനെ എഴുതിക്കൂടാ? നമുക്ക് ഈ സ്പീഡിനെ നോക്ക്, ഈ ഒമേഗയുടെയും കെയുടെയും ഫോർമാറ്റിൽ ആരെ മാറ്റാം മക്കളെ? നമുക്ക് സ്പീഡിനെ മാറ്റാം. സ്പീഡ് വിച്ച് ഈസ് ഈക്വൽ ടു ഒമേഗ ഡിവൈഡ് ബൈ കെ. സ്പീഡ് വിച്ച് ഈസ് ഈക്വൽ ടു ഒമേഗ ഡിവൈഡ് ബൈ കെ. സോ ഒമേഗയുടെയും കെയുടെയും ഫോർമാറ്റിൽ നമുക്ക് ആരെ ചേഞ്ച് ചെയ്യാം? സ്പീഡിനെ ചേഞ്ച് ചെയ്യാം. സോ സ്പീഡിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, ഒമേഗ ഡിവൈഡ് ബൈ കെ. സോ ബേസിക്കലി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും? ആദ്യമേ ഏതെങ്കിലും ഒരു വേവ് ഫോം തരും. ഫോർ എക്സാമ്പിൾ ഇലക്ട്രിക് ഫീൽഡിന്റെ വേവ് ഫോം തരും. എന്നിട്ട് ചോദിക്കും
അങ്ങനെയെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ വേവ് ഫോം കണ്ടുപിടിക്കാൻ പറയും. സോ ഇ നോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ബി നോട്ട് കണ്ടുപിടിച്ചുകൂടെ? ഇക്വേഷൻ എന്താണ്? ഇ നോട്ട് ഡിവൈഡ് ബൈ ബി നോട്ട് വിച്ച് ഈസ് ഈക്വൽ ടു സി. ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ആരെ കണ്ടുപിടിക്കാം? ഇ നോട്ട് തന്നു കഴിഞ്ഞാൽ ബി നോട്ട് കണ്ടുപിടിക്കാം. ഇത് നോക്ക് മക്കളെ, ഇവിടെ രണ്ടും സൈൻ ആണ്, ഒരിക്കലും മാറത്തില്ല. ഇവിടെ ഏത് ആംഗിൾ ആണോ ആ സെയിം ആംഗിൾ ആയിരിക്കും ഇവിടെ. അതായത് ഫേസ് സെയിം ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും ഫേസ് സെയിം ആയിരിക്കും. സെയിം ഫേസ്. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും എങ്ങനെ ആയിരിക്കും? എഴുതി വെച്ചോണം. സെയിം ഫേസ്. സെയിം ഫേസ് ആണ്. പല ആൾക്കാരും പറയുന്നത് 90 ഡിഗ്രി എന്ന് പറഞ്ഞു കളയും. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും നമ്മളെ ഫേസ് ഡിഫറൻസ് 90 എന്ന് പറഞ്ഞു കളയും. മക്കളെ 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ആണോ? അല്ല, ഫേസ് ആണ്. ഇത് ഫേസ് നോക്കാം, സെയിം ഫേസ് ആണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഒരേ ഫേസിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്, ഓസിലേറ്റ് ചെയ്യുന്നത്, ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ ആണോ? സോ സെയിം ഫേസ് ആണ്. ഫേസ് സെയിം ആണ്. പിന്നെ എന്താണ് പെർപെൻഡിക്കുലർ? രണ്ടും രണ്ട് വ്യത്യസ്തങ്ങളായ പ്ലെയിനിലാണ്. അവയുടെ പ്ലെയിൻ എങ്ങനെയായിരിക്കും മക്കളെ? പെർപെൻഡിക്കുലർ ആണ്. ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും പ്ലെയിൻസ് എങ്ങനെയാ മക്കളെ? പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ പ്ലെയിൻ ആണ് എന്ത് ചെയ്യുന്നത്? പെർപെൻഡിക്കുലർ. അല്ലാതെ ഫേസ് ആണോ? അല്ല, ഫേസ് എങ്ങനെയാണ്? സെയിം ഫേസ്. ഫേസ് ഡിഫറൻസ് എത്രയാണ്? ഫേസ് ഡിഫറൻസ് എത്ര മക്കളെ? 0 എന്ന് പറയണം. 90 എന്ന് പറയരുത്, പകരം പറയണം 0 എന്ന് പറയണം. ഓപ്ഷനിൽ കിടക്കും 90. ഉറപ്പായി നമ്മൾ കയറി കുത്തുകയും ചെയ്യും 90. കാര്യം എന്താണ്? നമ്മുടെ മനസ്സിൽ ഈ സാധനം ഇരിപ്പുണ്ട് 90. ആ 90 എന്താ മക്കളെ? പ്ലെയിൻ ആണെന്ന് മനസ്സിലാക്കണം. പ്ലെയിനുകൾക്കിടയിലുള്ള ആംഗിൾ ആണ് 90 ഡിഗ്രി. ഓക്കെ ആണോ? കാര്യം മനസ്സിലായോ? ശരി. സോ സിമ്പിൾ. ഇനി നോക്ക് മക്കളെ, നമുക്ക് ഈ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ നമുക്കറിയാം. ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ ഉണ്ട്. ഞാൻ ഇങ്ങനെ വരയ്ക്കാൻ പോവാണ്. ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ്, വെലോസിറ്റി. മക്കളെ ഈ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ആണ് നമ്മളെ കാഴ്ചയെ സഹായിക്കുന്നത്. മനസ്സിലായോ? ലൈറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്. ആ ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ആണ് നമ്മുടെ കണ്ണിന്റെ റെറ്റിനയിൽ വന്ന് വീണ് സെൻസിന് കാരണമാകുന്നത്. അപ്പൊ കാഴ്ച എന്ന സെൻസിന് കാരണമാകുന്നത് ഏത് വെക്ടർ ആണെന്ന് ചോദിച്ചാൽ പറയണം, അത് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ആണ്. മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ കാഴ്ചയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മനസ്സിലായോ? സോ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ആണ് നമ്മളെ കാഴ്ചയെ സഹായിക്കുന്നത്. അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് വേറെ പേരുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ വേറെ പേരുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിനെ വിളിക്കുന്ന പേരാണ് ലൈറ്റ് വെക്ടർ. ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിനെ വിളിക്കുന്ന പേരെന്താ മക്കളെ? ലൈറ്റ് വെക്ടർ എന്ന് പേരുണ്ട്. ഇനി ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഏതെങ്കിലും ഒരു സർഫസിൽ വന്ന് ഇടിക്കാൻ പോവുകയാണ്, ഉറപ്പായിട്ടും അവിടെ പ്രഷർ ക്രിയേറ്റ് ചെയ്യും. ശരിയാണോ? ഒരു പ്രഷർ കൊടുക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഏതെങ്കിലും സർഫസിൽ വന്ന് ഇടിക്കുന്നതിന്റെ ഫലമായിട്ട് ഒരു പ്രഷർ ഉണ്ടാവും. മക്കളെ പ്രഷറിന് കാരണം ആരാണെന്ന് അറിയാമോ? മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അതുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറിന് മറ്റൊരു പേരുണ്ട് പ്രഷർ വെക്ടർ. സോ കാഴ്ചയെ സഹായിക്കുന്ന ആരാണ്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൽ കാഴ്ച സഹായിക്കുന്ന ആരാണ്? നമ്മളെ സെൻസിന് കാരണം, കണ്ണിന്റെ റെറ്റിനയുമായിട്ട് സെൻസിബിലിറ്റി ഉള്ള ആർക്കാണ്? ഇലക്ട്രിക് ഫീൽഡാണ്. അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡിനെ വിളിക്കുന്ന പേരെന്താണ്? ലൈറ്റ് വെക്ടർ. നമ്മൾ വേവ് ഒപ്റ്റിക്സ് ഒക്കെ പഠിച്ചപ്പോൾ അവിടെ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിനെ ആണെങ്കിൽ നമ്മൾ പരിമിതപ്പെടുത്തിക്കൊണ്ട് പ്രകാശത്തിന്റെ തീവ്രത കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തായിരുന്നു അല്ലേ? പോളറൈസേഷൻ ഓർമ്മയുണ്ടോ? സോ പോളറൈസേഷൻ എന്ത് ചെയ്തു? ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിനെയാണ് നമ്മൾ എന്ത് ചെയ്തത്? കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്തത്. അതിന്റെ വൈബ്രേഷൻ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ട് നമുക്ക് ഇന്റൻസിറ്റിയുടെ വാല്യൂ നിയന്ത്രിക്കാൻ കഴിഞ്ഞു. അതുപോലെ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് വെക്ടറാണ് ആർക്ക് കാരണം? ലൈറ്റിന് കാരണം. ഉണ്ടോ? ലൈറ്റിന്റെ ആ സെൻസിന് കാരണം എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ആണ്. അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിനെ വിളിക്കുന്ന പേരെന്താ മക്കളെ? ലൈറ്റ് വെക്ടർ. ഓക്കെ ആണോ? കാര്യം മനസ്സിലായോ? ശരി. ഇനിയാണെങ്കിൽ നമുക്ക് പ്രഷർ, നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്നതിനകത്ത് പ്രഷറിനെ പറ്റി പഠിക്കും. അവിടെയാണ് വിശദമായിട്ട് ഈ ഭാഗം പറഞ്ഞുതരാം. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് മൂവ് ചെയ്യാം. മക്കളെ അടുത്ത പ്രോപ്പർട്ടിയാണ് ഇംപിഡൻസ്. ഇതാണ് ഇംപിഡൻസ് ഓഫ് മീഡിയ. ഇംപിഡൻസ് ഓഫ് മീഡിയം, മീഡിയത്തിന്റെ ഇംപിഡൻസ്. നമുക്കറിയാം ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? റെസിസ്റ്റൻസ് ആണ്. ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ്. ഇവിടെ എങ്ങനെയാണ് ഇംപിഡൻസ് കയറി വരുന്നത്? കാണിച്ചു തരാം മക്കളെ. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറഞ്ഞാൽ എനർജിയാണ്. ശരിയാണോ? ലൈറ്റ് എനർജി ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. സോ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? എനർജിയാണ്. ഇത് എനർജിയാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? എനർജിയാണ്. മക്കളെ എനർജി ഒരു മീഡിയത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ മീഡിയം എന്ത് ചെയ്യും മക്കളെ? ഈ എനർജിയെ ഓപ്പോസ് ചെയ്യാൻ നോക്കും. മീഡിയം എന്ത് ചെയ്യും? റെസിസ്റ്റ് ചെയ്യും.
സോ മീഡിയം ആണെങ്കിൽ ആരെ റെസിസ്റ്റ് ചെയ്യും? എനർജിയെ, അങ്ങോട്ട് മീഡിയത്തിലൂടെ കടന്നു വരുന്ന എനർജിയെ റെസിസ്റ്റ് ചെയ്യാൻ നോക്കും. കാര്യം ഏത് മീഡിയത്തിന്റെയും ആഗ്രഹം, ഏത് ബോഡിയുടെയും ആഗ്രഹം എനർജി കുറയ്ക്കാനാണ്. സോ പുതുതായിട്ട് എനർജി വരുമ്പോൾ മീഡിയം ഉറപ്പായിട്ട് എന്ത് ചെയ്യും മക്കളെ? ആ എനർജിയെ റെസ്ട്രിക്ട് ചെയ്യാൻ നോക്കും, റെസിസ്റ്റ് ചെയ്യാൻ നോക്കും. മക്കളെ മീഡിയം ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ റെസിസ്റ്റ് ചെയ്യാൻ നോക്കും. ഈ റെസിസ്റ്റൻസിനെ വിളിക്കുന്ന പേരെന്താണ്? ഈ റെസിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഇംപിഡൻസ്. ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? ഇംപിഡൻസ്. സോ ഇംപിഡൻസ് വിച്ച് ഈസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡ് ഡിവൈഡ് ബൈ എച്ച്. എച്ച് എന്താണ്? മാഗ്നറ്റൈസിംഗ് ഫീൽഡ്. നമ്മൾ മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം, മാറ്റർ ആൻഡ് മാഗ്നറ്റിസിൽ പഠിച്ചതാണ്. എച്ച് എന്താ മക്കളെ? എച്ചിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റൈസിംഗ് ഫീൽഡ്. മാഗ്നറ്റൈസിംഗ് ഫീൽഡ് എന്തായിരുന്നു? B divided by mu ആണ്. So H which is equal to B divided by mu ആണ്. So Z which is equal to, ഇങ്ങനെ പറഞ്ഞൂടെ? Z which is equal to, ഈ നമ്മൾ അതുപോലെ എഴുതി, divide by H ന് പകരം പറയാം B divided by mu. മക്കളെ mu ഇവിടെ കൊണ്ടുപോടാ, mu into E divided by B. നിങ്ങൾ ഈ ഒരു ഭാഗം കണ്ട ഓർമ്മയുണ്ടോടാ? E by B ഉള്ളിൽ കണ്ട ഓർമ്മയുണ്ടോ? അത് സ്പീഡ് അല്ലേടാ മക്കളെ? സ്പീഡാണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു mu into സ്പീഡ് എന്ന് പറഞ്ഞുകൂടെ? സ്പീഡ് എന്ന് പറയാം. ഈ ഇക്വേഷൻ എന്തിനാ ഡെറിവേഷൻ ചെയ്ത് കാണിക്കുന്നത്? ഈ ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഓരോ ഭാഗത്തും ഓരോ രീതിയിലായിരിക്കും ഇക്വേഷൻ ചോദിക്കുന്നത്. ആ ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. സോ ഡെറിവേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഏതെങ്കിലും ഒരു ഡെറിവേഷൻ എഴുതി കാണിക്കുന്നെങ്കിൽ അതിന് മീനിങ് എന്താണ്? ആ ഡെറിവേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ആ ഡെറിവേഷന്റെ കോൺസെപ്റ്റ് വഴി ക്വസ്റ്റ്യൻ ചോദിക്കാം. ആ ക്വസ്റ്റ്യൻ നമുക്ക് ആ കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ കഴിയത്തുള്ളൂ. സോ ഞാൻ എഴുതി തരുന്ന ഡെറിവേഷൻസ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ മക്കളെ, E by B which is equal എന്ന് പറയാം, സ്പീഡ് എന്ന് പറയാം. സോ mu which is equal അങ്ങനെയും പറഞ്ഞൂടെ? mu which is equal Z which is equal to mu into സ്പീഡ്. മക്കളെ സ്പീഡാണ്, സ്പീഡ്. നമുക്ക് സ്പീഡ് എങ്ങനെ പറയാമടാ? സ്പീഡ് which is equal to നമുക്ക് ഇങ്ങനെ പറയാം, Z which is equal to, ഞാൻ mu അതുപോലെ എഴുതി. ഇനി സ്പീഡിന് പകരം പറയാം 1 divided by root of mu epsilon. അങ്ങനെ പറഞ്ഞൂടെ? സ്പീഡിനെ പറ്റി അങ്ങനെ പറഞ്ഞൂടെ? സ്പീഡ് വിച്ച് ഈസ് ഈക്വൽ ടു 1 divided by root of mu epsilon. മക്കളെ ഒരു mu എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്യും. സോ ഇങ്ങനെ കിട്ടും സ്പീഡ്. സോ ഇംപിഡൻസ് വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് mu മുകളിൽ വരും, അതുപോലെ എപ്സിലോൺ താഴെ വരും. ഉണ്ടോ? ഇസർ വിച്ച് ഈസ് ഈക്വൽ റൂട്ട് ഓഫ് mu epsilon. ഇതിന്റെ യൂണിറ്റ് എന്താണ്? ഇംപിഡൻസിന്റെ യൂണിറ്റ് എന്താണ്? യൂണിറ്റ് ഓം ആണ്. ഇംപിഡൻസിന്റെ യൂണിറ്റ് ഓം ആണ്. നമുക്ക് ഇവിടെ തന്നെ പറയാം. ഇത്രയും കാര്യം മനസ്സിലായ മക്കളെ? ഇനിയാണെങ്കിൽ എയറിന്റെ കേസിൽ വാക്യൂം ആണ് എങ്കിൽ μ0 എപ്സിലോൺ 0 എന്ന് പറയത്തില്ലേ? പറയും. സോ വാക്യൂത്തിന്റെ കേസിലാണെങ്കിൽ Z which is equal to Z0 which is equal to വാക്യൂത്തിന്റെ ഇംപിഡൻസ് ആണെങ്കിൽ റൂട്ട് ഓഫ് μ0 എപ്സിലോൺ 0. ശരിയാണോ? which is equal to 377 ഓം എന്ന് വരും. അല്ലെങ്കിൽ പറയാം 120 പൈ ഓം എന്നും പറയാം. ഓക്കെ, 377 ഓം അല്ലെങ്കിൽ 120 പൈ ഓം. മനസ്സിലായോ? സോ എവിടുത്തെ വാല്യൂ ആണിത്? വാക്വത്തിന്റെ റെസിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് വാക്വത്തിന്റെ ഇംപിഡൻസ് വിച്ച് ഈസ് ഈക്വൽ ടു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് വാക്വത്തിലൂടെ കടന്നു പോകുമ്പോൾ വാക്വം എന്ത് ചെയ്യും മക്കളെ? ഇലക്ട്രോമാഗ്നറ്റിക് വേവിനെ എതിർക്കാൻ നോക്കും. ആ എതിർപ്പിന്റെ റെസിസ്റ്റൻസ് ആണ് എത്രയാണ്? 377 ഓം അല്ലെങ്കിൽ 120 പൈ ഓം. ഓക്കെ ആണോ? ശരി, നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോണത് എനർജി ഡെൻസിറ്റി പറ്റിയാണ്, എനർജിയെ പറ്റിയാണ്. നോക്കടാ, ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ എനർജി. മക്കളെ എനർജി ഡെൻസിറ്റി അടുത്ത എന്താണ്? എനർജി ഡെൻസിറ്റി. എനർജി ഡെൻസിറ്റി. എനർജി ഡെൻസിറ്റി നമുക്ക് U എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കാം. ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ എനർജി ഡെൻസിറ്റി. ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ എനർജി ഡെൻസിറ്റി. എനർജി ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് വിച്ച് ഈസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡിന്റെ എനർജി ഡെൻസിറ്റി. ഇലക്ട്രിക് ഫീൽഡിന്റെ എനർജി ഡെൻസിറ്റി പ്ലസ് മാഗ്നറ്റിക് ഫീൽഡിന്റെ എനർജി ഡെൻസിറ്റി. പറഞ്ഞൂടെ മക്കളെ? പറയാം. ഇനി ഇലക്ട്രിക് ഫീൽഡിന്റെ എനർജി ഡെൻസിറ്റി നമ്മൾ കപ്പാസിറ്ററിൽ പഠിച്ചതാണ്. ഇലക്ട്രിക് ഫീൽഡിന്റെ എനർജി ഡെൻസിറ്റി എത്രയായിരുന്നു? ഹാഫ് എപ്സിലോൺ 0 E സ്ക്വയർ. ഓർമ്മയുണ്ടോടാ? ഇലക്ട്രിക് ഫീൽഡിന്റെ എനർജി ഡെൻസിറ്റി ആണ് ഹാഫ് എപ്സിലോൺ 0 E സ്ക്വയർ. എവിടെ പഠിച്ചതാണ്? കപ്പാസിറ്ററിൽ പഠിച്ചതാണ്. എനർജി ഡെൻസിറ്റി ഇൻസൈഡ് എ കപ്പാസിറ്റർ. അവിടെ എന്താ എനർജി സ്റ്റോർ ചെയ്യുന്നത്? ഇലക്ട്രിക് എനർജി സ്റ്റോർ ചെയ്യുകയാണ്. സോ ഇലക്ട്രിക് എനർജിയുടെ ഇലക്ട്രിക് ഫീൽഡിന്റെ എനർജി ഡെൻസിറ്റി ഇക്വേഷൻ പറഞ്ഞേ ഹാഫ് എപ്സിലോൺ 0 E സ്ക്വയർ. ഇനി ഇതുപോലെ നമുക്ക് പറയാം മാഗ്നറ്റിക് ഫീൽഡിന്റെ എനർജി ഡെൻസിറ്റി നമ്മൾ ഹാഫ് അതുപോലെ എഴുതി. ഇവിടെ എപ്സിലോൺ 0 ആണെങ്കിൽ നമ്മൾ മാഗ്നറ്റിക്സിൽ വരുമ്പോൾ എന്ത് പറയും? 1 divided by μ0 എന്ന് പറയും. എപ്സിലോൺ പകരം പറയണം 1 divided by μ0. E0 E സ്ക്വയറിന് പകരം പറയണം B സ്ക്വയർ. എങ്ങനെ കിട്ടും മക്കളെ?
നമുക്ക് ഇങ്ങനെ കിട്ടും. ഇങ്ങനെ നമുക്ക് ഒരുമിച്ച് എഴുതാം, ബി സ്ക്വയർ ഡിവൈഡ് ബൈ 2 എപ്സിലോൺ ടു മ്യൂ സീറോ. പറഞ്ഞൂടെ? ഇങ്ങനെ പറയാം, ഒരുമിച്ച് പറയാം, ബി സ്ക്വയർ ഡിവൈഡ് ബൈ 2 മ്യൂ സീറോ. മക്കളെ നമുക്കറിയാം ഇലക്ട്രിക് എനർജിയാണ് എന്തായിട്ട് മാറുന്നത്? മാഗ്നറ്റിക് എനർജി ആയിട്ട്. മാഗ്നറ്റിക് എനർജി ഇലക്ട്രിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈക്വൽ ആണ്. ഇലക്ട്രിക് എനർജിയുടെ ഡെൻസിറ്റിയും മാഗ്നറ്റിക് എനർജിയുടെ ഡെൻസിറ്റിയും ഈക്വൽ ആണ്. കാരണം ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൽ രണ്ടും ഒരേ ഫേസിൽ ഒരേ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ എന്തുമാത്രം ഇലക്ട്രിക് ഫീൽഡ് എനർജി ഉണ്ടോ അത്രയും മാഗ്നറ്റിക് ഫീൽഡ് എനർജി ഉണ്ട്. അപ്പൊ രണ്ടുപേരുടെയും ആര് സെയിം ആണ്? ഈ വാല്യൂ സെയിം ആണ്. എന്താണ്? എനർജി ഡെൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു എനർജി ഡെൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ എനർജി ഡെൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡിന് പകരം നമുക്ക് പറയാം എനർജി ഡെൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. പറഞ്ഞുകൂടെ മക്കളെ? പറയാം. സോ ഹാഫ് എപ്സിലോൺ സീറോ ഈ സ്ക്വയർ നമ്മൾ അതുപോലെ എഴുതി. ഇനി ഇതിന് പകരം ഇതെന്ന് പറഞ്ഞുകൂടെ? അപ്പോൾ എത്രയാണ്? പ്ലസ് ഹാഫ് എപ്സിലോൺ സീറോ ഈ സ്ക്വയർ. എത്ര കിട്ടും മക്കളെ? വിച്ച് ഈസ് ഈക്വൽ ടു എപ്സിലോൺ സീറോ ഈ സ്ക്വയർ എന്ന് കിട്ടും. സോ ഇങ്ങനെ എഴുതിക്കൂടെ? ഇങ്ങനെ എഴുതാം. അതിന് തിരിച്ചും പറഞ്ഞുകൂടെ മക്കളെ? തിരിച്ചും പറയാം. എങ്ങനെ പറയാം? ഇതിന് പകരം ഇതെന്ന് പറഞ്ഞുകൂടെ? അപ്പൊ എങ്ങനെ കിട്ടും മക്കളെ? ഹാഫ് പോയി കിട്ടത്തില്ലേ? ബി സീറോ ഡിവൈഡ് ബൈ മ്യൂ സീറോ എന്ന് കിട്ടും. സോ ഇത് ആരുടെ ഇക്വേഷനാ മക്കളെ? എനർജി ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. എഴുതിച്ചോണം, എനർജി ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. എനർജി ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് വിച്ച് ഈസ് ഈക്വൽ ടു എനർജി ഡെൻസിറ്റി ഓഫ് electromagnetic wave which is equal to പറയണം b square divided by mu 0 which is equal to epsilon e square. ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ എനർജി ഡെൻസിറ്റി ആണ് ഇത്. ഇലക്ട്രിക് ഫീൽഡ് മാത്രമാണെങ്കിലോ ഇത്, മാഗ്നറ്റിക് ഫീൽഡ് മാത്രമാണെങ്കിലോ ഇത്. ഇത് രണ്ടും എന്താ മക്കളെ? ഈക്വൽ ആണ്. രണ്ടും ഈക്വൽ ആണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ആണോ? കോൺസെപ്റ്റ് മനസ്സിലായ മക്കളെ? ഉറപ്പാണേ? ശരി. അങ്ങനെയെങ്കിൽ അടുത്ത ഭാഗത്തേക്ക് മൂവ് ചെയ്യാം. നോക്കടാ, നോക്കൂ മക്കളെ. ഇനിയാണെങ്കിൽ ഇവിടെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇതെല്ലാം എവിടെയാണ് ഞാൻ എടുത്തേക്കുന്നത്? വാക്വത്തിലാണ് എടുത്തേക്കുന്നത് അല്ലേ? ഇനി വാക്വത്തിലല്ല മീഡിയത്തിലാണെങ്കിലോ? മീഡിയത്തിലാണെങ്കിൽ ഒരു മാറ്റമില്ല. നോക്കടാ, മീഡിയം ആണെങ്കിൽ ഒന്ന് മാറ്റി എഴുതാം. മീഡിയം ആണെങ്കിൽ മക്കളെ, മീഡിയം ആണെങ്കിൽ പറയണം എനർജി ഡെൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. എനർജി ഡെൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡിന്റെ മീഡിയം ഒരു മീഡിയത്തിലാണെങ്കിൽ ഇക്വേഷൻ എങ്ങനെ വരും? ഹാഫ് എപ്സിലോൺ സീറോയ്ക്ക് പകരം പറയണം എപ്സിലോൺ എന്ന് പറയണം. എപ്സിലോൺ എന്ന് പറയും. ഇതാണ് ഇ സ്ക്വയർ. മനസ്സിലായോ? എപ്സിലോൺ സീറോയ്ക്ക് പകരം പറയും നമ്മൾ എപ്സിലോൺ എന്ന് പറയും. അതുപോലെയാണെങ്കിൽ എനർജി ഡെൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് ബി സ്ക്വയർ ഡിവൈഡ് ബൈ മ്യൂ എന്ന് പറയും. ശരിയാണോ? മ്യൂ എന്ന് പറയും. ശരിയാണോ മക്കളെ? ഇവിടെയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയും, മ്യൂ സീറോ എന്ന് പറയത്തില്ല, മ്യൂ എന്ന് പറയും. അതുപോലെ ഇവിടെയും പറയാം. എന്താണ്? ബി സ്ക്വയർ. നോക്ക്, എനർജി ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. എനർജി ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. എനർജി ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. എനർജി ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് എന്ത് പറയാം? മ്യൂ എന്ന് പറഞ്ഞാൽ മതി. ബി സ്ക്വയർ ഡിവൈഡ് ബൈ മ്യൂ. അല്ലെങ്കിലോടാ നമുക്ക് ഇങ്ങനെ പറയാം, എപ്സിലോൺ ഇ സീറോ. ഉണ്ടോ? മീഡിയം ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയും. വാക്വം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ മ്യൂ സീറോ ഇ സീറോ ആക്കിയിട്ട് എപ്സിലോൺ സീറോ ആക്കിയിട്ട് പറയും. ഓക്കെ ആണോ? കോൺസെപ്റ്റ് ക്ലിയർ ആയ മക്കളെ? സിമ്പിൾ ആണ്. സോ ഡയറക്റ്റ് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്താൽ അതിന് ആൻസർ കിട്ടാവുന്ന ക്വസ്റ്റൻസ് ആയിരിക്കും ചോദിക്കുന്നത്. ഇക്വേഷൻസ് ഓർത്ത് വെച്ചോണം. ഇക്വേഷൻ അറിഞ്ഞുകൂടെങ്കിൽ നമുക്കാണെങ്കിൽ ഇത്തരം ക്വസ്റ്റൻസ് ഒന്നും ആൻസർ ചെയ്യാൻ കഴിയത്തില്ല. ഓക്കെ, നമ്മൾ ഇനി പഠിക്കാൻ പോവുകയാണ് മീൻ എനർജി ഡെൻസിറ്റി. അടുത്തെന്താടാ? മീൻ എനർജി ഡെൻസിറ്റി. നോക്കൂ മക്കളെ, മീൻ എനർജി ഡെൻസിറ്റി എന്താടാ? മീൻ എനർജി ഡെൻസിറ്റി. നമുക്കതിനെ യു ബാർ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കാം. യു ബാർ. നമുക്കറിയാം എനർജി ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എത്ര മക്കളെ? നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചതാണ്. എത്രയാണ്? എപ്സിലോൺ സീറോ അല്ലെങ്കിൽ എപ്സിലോൺ, ഡിഫറെന്റ് മീഡിയം ആണെങ്കിൽ എപ്സിലോൺ ഇ സ്ക്വയർ ആണ്. എപ്സിലോൺ ഇ സ്ക്വയർ ആണ്. സോ ഇതിന്റെ ആവറേജ് വാല്യൂ കണ്ടുപിടിക്കണം. ഇതിന്റെ ആവറേജ് വാല്യൂ ഫോർ എ സൈക്കിൾ. സോ ഇതിന്റെ ആവറേജ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കണേ? നമുക്ക് കണ്ടുപിടിക്കാം. ആവറേജ് വാല്യൂ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ എനർജി ഡെൻസിറ്റി വിളിക്കുന്ന പേരാണ് മീൻ എനർജി ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് വിച്ച് ഈസ് ഈക്വൽ ടു ആരുടെയാണ്? ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ മീൻ എനർജി ഡെൻസിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു
എനർജി ഡെൻസിറ്റിയുടെ എന്തെടുക്കണം മക്കളെ? ആവറേജ് എടുക്കണം ഫോർ എ സൈക്കിൾ. ഓക്കെ ആണോ? ഒരു സൈക്കിളിന്റെ ആവറേജ് എടുക്കണം. കോൺസ്റ്റന്റ് നമുക്ക് പുറത്തെടുക്കാം. കോൺസ്റ്റന്റ് ആരാടാ? എപ്സിലോൺ കോൺസ്റ്റന്റ് ആണ്. ഇനി ഇ സ്ക്വയറിന്റെ ആവറേജ് എടുക്കണം. ശരിയാണോ? ഫോർ എ സൈക്കിൾ. മക്കളെ ഇ സ്ക്വയർ ഇ എന്ന് പറയുന്നത് എന്താണ്? ഇ വിച്ച് ഈസ് ഈക്വൽ ടു E0 സൈൻ kx മൈനസ് ഒമേഗ ടി ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇ സ്ക്വയറിന് പകരം പറയാം, അല്ലെങ്കിൽ ഇക്ക് പകരം പറയാം എന്താണ്? E0 ഇക്ക് പകരം പറയുകയാണ് E0 സൈൻ kx മൈനസ് ഒമേഗ ടി. ഇനി സ്ക്വയർ ഉണ്ട്, ഈ സ്ക്വയർ ആണ്, സോ ഇതിന്റെ സ്ക്വയർ എടുത്തു. കോൺസ്റ്റന്റിനെ വീണ്ടും വെളിയിലെടുത്തു. എപ്സിലോൺ E0 സ്ക്വയർ. ഇനി ആരുടെ ആവറേജ് എടുക്കണ്ടേ? സൈൻ സ്ക്വയർ kx മൈനസ് ഒമേഗ ടിയുടെ ആവറേജ് എടുക്കണം ഫോർ എ ടൈം പീരീഡ്. നമുക്കറിയാം സൈൻ സ്ക്വയർ തീറ്റയുടെ ടൈം ആവറേജ് എത്ര മക്കളെ? നമ്മൾ പറയും സൈൻ സ്ക്വയർ തീറ്റയുടെ ആവറേജ് എന്ന് പറയുന്നത് ആവറേജ് വാല്യൂ എത്രയാണ്? ഈ നമ്മൾ അതുപോലെ എപ്സിലോൺ അതുപോലെ എഴുതി, E0 സ്ക്വയർ അതുപോലെ എഴുതി. ഇനി സൈൻ സ്ക്വയർ തീറ്റ, നമുക്ക് ഇതിനെ പറയാം തീറ്റ എന്ന് പറയാം. അതിന്റെ ആവറേജ് ഫോർ എ സൈക്കിൾ എത്രയാണ്? നമ്മൾ പഠിച്ചതാണ്, AC പഠിച്ചതാണ്, ഹാഫ് ആണ്. സോ ആവറേജ് എനർജി ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് എപ്സിലോൺ E0 സ്ക്വയർ എന്ന് കിട്ടും. മനസ്സിലായ മക്കളെ? സിമ്പിൾ അല്ലേടാ? സോ സിമ്പിൾ കുഞ്ഞിക്കാര്യം. നോക്ക്, ഇവിടെയാണെങ്കിൽ നമ്മൾ തൊട്ടു മുന്നേ പഠിച്ചതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ ആണെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ, ശ്രദ്ധിക്കണേ, ഇലക്ട്രിക് ഫീൽഡിന്റെ എനർജി ഡെൻസിറ്റി എത്രയാണ്? ഇലക്ട്രിക് ഫീൽഡിന്റെ എനർജി ഡെൻസിറ്റി നമ്മൾ പഠിച്ചത് എന്താണ്? ഹാഫ് എപ്സിലോൺ ഇ സ്ക്വയർ എന്നാണ്. ശരിയാണോ? ഹാഫ് എപ്സിലോൺ ഇ സ്ക്വയർ എന്നാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ എനർജി ഡെൻസിറ്റി. ഇവിടെ വ്യത്യാസം എന്താണ്? ഇവിടെയാണെങ്കിൽ എന്തിട്ട് കൊടുത്തു നമ്മൾ? ഇവിടെ പീക്ക് വാല്യൂ ഇട്ട് കൊടുത്തു. ഇവിടെ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ആണ്. ഇവിടെ പീക്ക് വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ? ആവറേജ് വാല്യൂ കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? ആവറേജ് എനർജി ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് കിട്ടും. എന്താണ്? എനർജി ഡെൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. എനർജി ഡെൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഇവിടെ ഒരു E0 ആണ് എങ്കിൽ എന്തായിട്ട് മാറും മക്കളെ? ഇത് എനർജി ഡെൻസിറ്റി, ആവറേജ് എനർജി ഡെൻസിറ്റി അല്ലെങ്കിൽ മീൻ എനർജി ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് കിട്ടും. ഇത് ഇലക്ട്രിക് ഫീൽഡ് മാത്രമേ ഉള്ളൂ. ഇവിടെ എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ എനർജി ഡെൻസിറ്റി കിട്ടും. ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ മീൻ എനർജി ഡെൻസിറ്റി കിട്ടും. അങ്ങനെയെങ്കിൽ ഇങ്ങനെയും പറഞ്ഞു വിട്ടു നമുക്ക് ഇങ്ങനെയും പറയാം, ബി ചേർത്തും പറയാം. മാഗ്നറ്റിക് ഫീൽഡിന്റെ എനർജി ഡെൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് പറയാം ഹാഫ് ബി സ്ക്വയർ ഡിവൈഡ് ബൈ മ്യൂ. പറഞ്ഞോ മക്കളെ? പറയാം, ഇങ്ങനെ പറയാം. ഇനിയാണെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ ആവറേജ് എനർജി ഡെൻസിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു എങ്ങനെ പറയാം മക്കളെ? B0 എന്ന് പറയണ്ട, പീക്ക് വാല്യൂ എടുക്കണം, ഡിവൈഡ് ബൈ 2μ. ഇതെല്ലാം മീഡിയത്തിലാണ് എടുക്കുന്നത് കേട്ടോ. വാക്വത്തിലാണെങ്കിൽ ഇവിടെ എന്ത് പറയും? നിങ്ങൾ μ0 എന്ന് പറയും, ഈ എപ്സിലോൺ 0 എന്ന് പറയും. പറയത്തില്ല മക്കളെ? സോ എനർജി ഡെൻസിറ്റിക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ട്. എനർജി ഡെൻസിറ്റി, മീൻ എനർജി ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. ഇക്വേഷൻ പറഞ്ഞു തന്നെ. ഫസ്റ്റ് ഇക്വേഷൻ, mean energy density of electromagnetic wave which is equal to half epsilon E0 square. എനർജി ഡെൻസിറ്റിക്ക് അടുത്ത ഇക്വേഷൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് which is equal to B0 square divided by 2μ എന്ന് കിട്ടും. മനസ്സിലായോ? ഇത് രണ്ടും ആരുടെയാണ്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ എനർജി ഡെൻസിറ്റിയുടെ, മീൻ എനർജി ഡെൻസിറ്റിയുടെ ഇക്വേഷൻ ആണ്. കൺഫ്യൂഷൻ ആവരുത്. ഇങ്ങോട്ട് മാറ്റി എഴുതി ഓരോന്ന് എഴുതി കാണിച്ചു തരാം. ഇങ്ങോട്ട് മാറ്റി എഴുതാൻ പോവുകയാണ്. കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടി പറയുന്നത്. ഇക്വേഷൻസ് ഒന്നും കൺഫ്യൂഷൻ ആയി പോരുത്.
അടുത്തത് മക്കളെ എനർജി ഡെൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എനർജി ഡെൻസിറ്റി ഇക്വേഷൻ പറഞ്ഞാൽ നീ എനർജി ഡെൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് എപ്സിലോൺ ഇ സ്ക്വയർ. നോട്ടുണ്ടോ? ഇല്ല. എനർജി ഡെൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എനർജി ഡെൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ പറഞ്ഞാൽ നീ എനർജി ഡെൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് ബി സ്ക്വയർ ഡിവൈഡ് ബൈ മ്യൂ. മനസ്സിലായോ മക്കളെ? ഹാഫ് ബി സ്ക്വയർ ഡിവൈഡ് ബൈ 2 മ്യൂ. ഇപ്പം നമ്മുടെ മീഡിയം ആണെങ്കിൽ വാക്വം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ മ്യൂ 0 എന്ന് പറയും. കണ്ടോ? ഇവിടെ ആണെങ്കിൽ ബി 0 ആണെങ്കിലോ അത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ എനർജി ഡെൻസിറ്റി ആയിട്ട് മാറും, മീൻ എനർജി ഡെൻസിറ്റി ആയിട്ട് മാറും. മനസ്സിലായോ? അടുത്തത് എനർജി ഡെൻസിറ്റി ഓഫ് എനർജി ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ എനർജി ഡെൻസിറ്റി. ഇത് മീൻ എനർജി ഡെൻസിറ്റി ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ എനർജി ഡെൻസിറ്റി തിരിഞ്ഞു പോരുത്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ എനർജി ഡെൻസിറ്റി എത്രയാണ്? എനർജി ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു എപ്സിലോൺ ഇ സ്ക്വയർ. ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ എനർജി ഡെൻസിറ്റി അടുത്ത ഇക്വേഷൻ. ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ എനർജി ഡെൻസിറ്റി ഇക്വേഷൻ എത്രയാണ്? ബി സ്ക്വയർ ഡിവൈഡ് ബൈ മ്യൂ. തിരിഞ്ഞു പോകില്ലേ മക്കളെ? ഇതൊന്നും തിരിഞ്ഞു പോകരുത്. നോക്ക്, ബി സ്ക്വയർ ഡിവൈഡ് ബൈ മ്യൂ ഇതിന്റെ ഇരട്ടിയാണിത്. ഇനിയാണെങ്കിൽ ഇതിനകത്താണെങ്കിൽ മ്യൂ 0 ഇ 0 ഇട്ട് കൊടുത്താൽ ഇത് കിട്ടും. ഇതിനകത്താണെങ്കിൽ ബി 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കിട്ടും. തിരിഞ്ഞു പോകും മക്കളെ? തിരിഞ്ഞു പോകുമോ? എനർജി ഡെൻസിറ്റി, മീൻ എനർജി ഡെൻസിറ്റി തിരിഞ്ഞു പോകരുതേ. ഇനി ഞാൻ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവുകയാണ്. ഇത് തിരിഞ്ഞു പോകുന്നില്ല എങ്കിൽ ഞാൻ മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവുകയാണ്. ശ്രദ്ധിച്ച് ആൻസർ പറയുക മക്കളെ. ക്വസ്റ്റ്യൻ ഇതാണ്: എനർജി ഡെൻസിറ്റി അല്ലെങ്കിൽ മീൻ എനർജി ഡെൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. പറഞ്ഞു തന്നെടാ, മീൻ എനർജി ഡെൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. സോ നമുക്കറിയാം ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ എനർജി ഡെൻസിറ്റി എത്രയാണ്? ഇത്രയുമാണ്. ഇതിന്റെ പകുതിയല്ലേ ഇലക്ട്രിക് ഫീൽഡ്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ മീൻ എനർജി ഡെൻസിറ്റി ഇത്രയുമാണ്, അതിന്റെ പകുതിയാണ്. സോ ഹാഫ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ എനർജി ഡെൻസിറ്റി, മീൻ എനർജി ഡെൻസിറ്റിയുടെ പകുതിയാണ് എന്തെന്ന് പറയുന്നത്? ഇലക്ട്രിക് ഫീൽഡിന്റെ എനർജി ഡെൻസിറ്റി, മീൻ എനർജി ഡെൻസിറ്റി. ഇലക്ട്രിക് ഫീൽഡിന്റെ മീൻ എനർജി ഡെൻസിറ്റിയുടെ വാല്യൂ എത്രയാണ്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ മീൻ എനർജി ഡെൻസിറ്റിയുടെ പകുതിയാണ്. സോ എത്ര കിട്ടും മക്കളെ? വിച്ച് ഈസ് ഈക്വൽ ടു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ മീൻ എനർജി ഡെൻസിറ്റി എത്രയാണ്? ഇത് ഇത്രയുമാണ്. എത്രയാണ്? ബി 0 സ്ക്വയർ ഡിവൈഡ് ബൈ f2 മ്യൂ. അതിന്റെ പകുതി എത്ര കിട്ടും മക്കളെ? 1/4 ബി 0 സ്ക്വയർ ഡിവൈഡ് ബൈ മ്യൂ എന്ന ആൻസർ കിട്ടും. ഓക്കെ ആണോ? സോ റേഷ്യോ ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. റേഷ്യോ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? സിമ്പിൾ ആയിട്ട് ആൻസറിലേക്ക് മൂവ് ചെയ്യണം. ഇങ്ങനെയും പറയാമല്ലോ മക്കളെ. മാഗ്നറ്റിക് ഫീൽഡിന്റെ അപ്പൊ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് പറഞ്ഞു, ഇങ്ങനെയും പറയാം. മീൻ എനർജി ഡെൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡോ മാഗ്നറ്റിക് ഫീൽഡോ എല്ലാം സെയിം തന്നെയാണ്. ഇങ്ങനെയും പറഞ്ഞുകൂടെ? മീൻ എനർജി ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഡിവൈഡ് ബൈ 2. ഇതിന് ഇങ്ങനെ ഇക്വേഷൻ ഇല്ലേ? എങ്ങനെയാണ്? ഹാഫ് എപ്സിലോൺ അതുപോലെ ഇ നോട്ട് സ്ക്വയർ അതിന്റെ പകുതി, വിച്ച് ഈസ് ഈക്വൽ ടു 1/4 എപ്സിലോൺ ഇ നോട്ട് സ്ക്വയർ. പറഞ്ഞൂടെ മക്കളെ? പറയാം. ഇനി ആരും ഈക്വൽ ആണ്. എനർജി ഡെൻസിറ്റി, മീൻ എനർജി ഡെൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആർക്ക് ഈക്വൽ ആണ്? മീൻ എനർജി ഡെൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡിന് ഈക്വൽ ആണ്. മനസ്സിലായോ? സോ ഇക്വേഷൻസ് ആണെങ്കിൽ നിങ്ങൾ വൃത്തിയാവണമെങ്കിൽ ഇക്വേഷൻസ് പഠിക്കണം. ഇവിടെ ആണെങ്കിൽ ഞാൻ ഓരോ ഇക്വേഷനും ഭംഗിയായിട്ട്
ഓരോ സെറ്റ് ഇക്വേഷനും ഭംഗിയായിട്ട് എഴുതി തന്നിട്ടുണ്ട്. മക്കളെ ഈ ഓരോ ഇക്വേഷനും ഭംഗിയായിട്ട് പഠിക്കുക. എന്നിട്ട് അതിന്റെ ക്വസ്റ്റ്യൻസ്, റേഷ്യോയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ധാരാളം ചോദിക്കാൻ സാധ്യതയുണ്ട്. അത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്യാം. നോക്കുക മക്കളെ, നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ്? എനർജി ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. ആദ്യമേ പറഞ്ഞത് എനർജി ഡെൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? ഹാഫ് എപ്സിലോൺ ഇ സ്ക്വയർ. ഓക്കെ ആണോ? എനർജി ഡെൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഹാഫ് ബി സ്ക്വയർ ഡിവൈഡ് ബൈ മ്യൂ. ഇത് രണ്ടും ഈക്വൽ ആണ്. എനർജി ഡെൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് തന്നെയാണ് എനർജി ഡെൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അത് രണ്ടും ഈക്വൽ ആണ്. ഇത്രയും മനസ്സിലായോ? അങ്ങനെയെങ്കിൽ എനർജി ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എത്ര മക്കളെ? ഇത് നമ്മൾ ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? എപ്സിലോൺ ഇ സ്ക്വയർ അല്ലെങ്കിൽ ബി സ്ക്വയർ ഡിവൈഡ് ബൈ മ്യൂ എന്ന് കിട്ടും. മക്കളെ ഇതിന്റെ ആണെങ്കിൽ ആവറേജ് വാല്യൂ കണ്ടുപിടിച്ച് നോക്കടാ. ആവറേജ് വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ എന്ത് കിട്ടും? ഇതിന്റെ ആവറേജ് കണ്ടുപിടിക്കുമ്പോൾ ഹാഫ് ഇവിടെ കയറി വരും. അതുപോലെ ആണെങ്കിൽ ഈ എന്തായിട്ട് മാറും? ഇ നോട്ട് ആയിട്ട് മാറും. സോ ഇതിന് പകരം എന്ത് ചെയ്യണം? ഇ നോട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും. അതുപോലെ ബിക്ക് പകരം എന്ത് പറയണം? ബി നോട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും. എന്ത് കിട്ടും നമുക്ക്? മീൻ എനർജി ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് കിട്ടും. മക്കളെ അതിന്റെ പകുതി എടുത്ത് നോക്കടാ. മീൻ എനർജി ഡെൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് കിട്ടും. അതുപോലെ മീൻ എനർജി ഡെൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡും കിട്ടും. രണ്ടും ഈക്വൽ അല്ലേടാ? അത് രണ്ടും ഈക്വൽ ആണ്. മനസ്സിലായോ? സോ നിങ്ങൾക്ക് എങ്ങനെ വേണം ഒരു ഇക്വേഷനെ മാനിപ്പുലേറ്റ് ചെയ്ത് എഴുതാൻ കഴിയും. ഓക്കെ, ശരി. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് മൂവ് ചെയ്യാം. നെക്സ്റ്റ് സെക്ഷൻ നോക്കൂ മക്കളെ, നമുക്കറിയാം ഇലക്ട്രോ മാഗ്നറ്റിക് വേവിലാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ്, അതുപോലെയാണെങ്കിൽ വെലോസിറ്റി എന്നിവ എങ്ങനെയാണ്? മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. എന്താണ്? മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. സോ ഇതാണെങ്കിൽ ഐ ക്യാപ്പ് ആണ് എങ്കിൽ എന്താണ്? ജെ ക്യാപ്പ് ആണ്. ഇതെന്താ മക്കളെ? കെ ക്യാപ്പ് ആണ്. അതായത് നമുക്ക് ഇങ്ങനെ പറഞ്ഞുകൂടെ? വെലോസിറ്റി വെക്ടർ ആരുടെയാണ്? നോക്ക, വെലോസിറ്റി വെക്ടറിന്റെ ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ. വെലോസിറ്റി വെക്ടർ ഫുൾ ഉണ്ടോ? അതിന്റെ ഡയറക്ഷൻ വിച്ച് ഇസ് ഈക്വൽ ടു, നമുക്കറിയാം ജെ ക്രോസ് കെ എന്താടാ? ഐ ആണ് അല്ലെ? ജെ ക്രോസ് കെ ഐ ആണ്. അപ്പൊ ഇങ്ങനെ പറയാം, ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ ക്രോസ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അങ്ങനെ പറഞ്ഞൂടെ മക്കളെ? അങ്ങനെ പറയാം. സോ പ്രൊപ്പഗേഷന്റെ ഡയറക്ഷൻ വിച്ച് ഈസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ക്രോസ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണ്. വെക്ടർ ഉണ്ടോ? വെക്ടർ ഫുൾ ഉണ്ടോ? വെക്ടർ ഫുൾ ഇല്ല, ഡയറക്ഷൻ മാത്രമാണ്. മനസ്സിലായോ? ഇത് വളരെ യൂസ്ഫുൾ ആ മക്കളെ. ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. എക്സാമിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് മക്കളെ, ഇലക്ട്രിക് ഫീൽഡ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിലാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ പോകുന്നത് ഡയറക്ഷൻ പറയും. ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ എന്ന് പറയുന്നത് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ഈസ് ഒരു ഡയറക്ഷൻ പറയും. ഫോർ എക്സാമ്പിൾ ഒരു മൈനസ് ജെ ക്യാപ്പ് എന്ന് പറയും. കണ്ടോ? മൈനസ് ജെ ക്യാപ്പ്. വേവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് പ്ലസ് പോസിറ്റീവ് എക്സ് ആക്സിലാണ്. വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ വാട്ട് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എത്രയെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. ഇപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും? ഇത് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ കൺഫ്യൂസിംഗ് ആണ്. കാര്യം മൈനസ് ജെ ക്യാപ്പിലാണ് ആയിരിക്കുന്നത് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് പോകുന്നത്. മൈനസ് ഉണ്ടായതുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാവും മക്കളെ. ഇതറിയാമെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ഇല്ല. കൺഫ്യൂഷൻ വേണ്ട ആവശ്യമില്ല. കാര്യം എന്താണ്? നമുക്കറിയാം പ്രൊപ്പഗേഷൻ എവിടെയാണ്? എക്സ് ആക്സിലാണ്. സോ ഐ ക്യാപ്പ് ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു ഇതാരാണ്? നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് എവിടെയാണ്? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് തന്നിരിക്കുന്നത് മൈനസ് ജെ ക്യാപ്പ് ആണ്. ക്രോസ് നമുക്ക് ആര് ഡയറക്ഷൻ വേണം? മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണോ? നമുക്കറിയാം ഇവിടെ കെ ക്യാപ്പേ വരത്തുള്ളൂ. കാര്യം ഐ ജെ കെ ഇത് മൂന്നും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. ഉറപ്പാണ് കെ ക്യാപ്പേ വരികയുള്ളൂ. ഇനി കെ ക്യാപ്പ് എന്തായിരിക്കും? പ്ലസ് ആണോ മൈനസ് ആണോ? ഇത് നമ്മളെ കൺഫ്യൂഷൻ. ഇത് കെ ക്യാപ്പ് ഇവിടെ ഉറപ്പായിട്ടും കെ ക്യാപ്പ് വരികയുള്ളൂ. ഈ കെ ക്യാപ്പ് പ്ലസ് ആണോ മൈനസ് ആണോ? ഓക്കെ മക്കളെ, നമുക്കറിയാം ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ്. സോ ഇവിടെയാണെങ്കിൽ ജെ ക്യാപ്പ് വെറുതെ വിചാരിച്ചു ജെ ക്യാപ്പ് ക്രോസ് കെ ക്യാപ്പ് ആണെങ്കിൽ എന്ത് കിട്ടും? ഐ ക്യാപ്പ് കിട്ടും. സോ ഐ ക്യാപ്പ് ആണ് ഇവിടെ കിട്ടേണ്ടത്. ജെ ക്യാപ്പ് ക്രോസ് കെ ക്യാപ്പ് ആണ് ആര്? ഐ ക്യാപ്പ് എന്ന് പറയുന്നത്. ഇവിടെ തന്നിട്ടുണ്ട് മൈനസ് ജെ ക്യാപ്പ് എന്ന് പറഞ്ഞേക്കുന്നത്. സോ മൈനസ് ജെ ക്യാപ്പ് ആണെങ്കിൽ ഇതും എന്തായിരിക്കണം? മൈനസ് ആയിരിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ ഇവിടെ പ്ലസ് കിട്ടുകയുള്ളൂ. ശരിയാണോ? സോ ഇവിടെ നമുക്കറിയാം
ജെ ക്യാപ് നോക്കടാ, ജെ ക്യാപ് ക്രോസ് കെ ക്യാപ്. ജെ ക്യാപ് ക്രോസ് കെ ക്യാപ് ആണെങ്കിൽ എന്തായിരിക്കണം? ഐ ക്യാപ് ആയിരിക്കണം. സോ ഐ ക്യാപ് കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഇവിടെ മൈനസ് ജെ ക്യാപ് ആണ്. സോ മൈനസ് ജെ ക്യാപ് ആണെങ്കിൽ മൈനസ് അതിനോട് മാറ്റി നിർത്ത്. ജെ ക്യാപ് ആണെന്ന് എഴുതിക്കൂ. ജെ ക്യാപ് എന്തായിരിക്കണം? കെ ക്യാപ് ആയിരിക്കണം. സോ ഇവിടെ എന്ത് കെ ക്യാപ് ആവണം? ഇവിടെ മൈനസ് കെ ക്യാപ് ആയിരിക്കണം. ഇവിടെ പ്ലസ് കെ ക്യാപ് ആണ്, ഇവിടെ മൈനസ് വരികയുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് പറയണം? നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ എത്ര മക്കളെ? മൈനസ് ആയിരിക്കും. കെ ക്യാപ് നമുക്ക് ഉറപ്പാണ്. കാര്യം എന്താണ്? ഐയും ജെയും കെയും എങ്ങനെയാണ്? മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. അതുപോലെയാണെങ്കിൽ വിയും ഇയും ബിയും എങ്ങനെയാണ്? മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. അതുകൊണ്ട് ഉറപ്പായും ഇവിടെ കെ ക്യാപ് ആണ്. ഇനി കെ ക്യാപ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? അതാണ് കൺഫ്യൂഷൻ. നമുക്ക് ഇവിടെ ഐ ക്യാപ് ആയതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാം എന്താണത്? ഇവിടെ മൈനസ് കെ ക്യാപ് ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഇവിടെ എന്ത് കിട്ടും മക്കളെ? മൈനസ് ജെ ക്യാപ് ക്രോസ് മൈനസ് കെ ക്യാപ്. ഉറപ്പായിട്ട് നമുക്ക് മൈനസും പോയില്ലേടാ. പിന്നെ നമുക്ക് എന്തിട്ട്? ജെ ക്യാപ് ക്രോസ് ഐ ക്യാപ്. സോ കെ ക്യാപ് ജെ ക്യാപ് ക്രോസ് കെ ക്യാപ് എന്ന് കിട്ടും ഐ ക്യാപ്. മനസ്സിലായോ? സോ ഇത്തരം ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ കൂടാതെ എഴുതാനായിട്ട് നമുക്ക് ആരെ സഹായം തേടാം? ഈ ഇക്വേഷന്റെ സഹായം തേടാം. ഓക്കെ ആണോ? ശരി, നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് മൂവ് ചെയ്യാം. അടുത്ത സെക്ഷൻ ആണ് ഇന്റൻസിറ്റി. ഇമ്പോർട്ടന്റ് ആണ് ഇന്റൻസിറ്റി. നോക്കടാ, ഇന്റൻസിറ്റി നോക്കൂ മക്കളെ. നമ്മുടെ അടുത്ത ടോപ്പിക് ആണ് ഇന്റൻസിറ്റി. ഇമ്പോർട്ടന്റ് ആണ് ഇന്റൻസിറ്റി. നമ്മൾ ഐ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, സോ ഇന്റൻസിറ്റിയുടെ എല്ലാ ഇക്വേഷൻ ഇത് കാണിച്ചു തരാൻ പോവുകയാണ്. ഐ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്കറിയാം ഇക്വേഷൻ പവർ ഡിവൈഡ് ബൈ ഏരിയ. പഠിപ്പിച്ചാണ് പവർ ഡിവൈഡ് ബൈ ഏരിയ ആണ് ഇന്റൻസിറ്റി. മക്കളെ ഏരിയ നോക്ക്, ഇവിടെയാണെങ്കിൽ ബൾബാണെന്ന് എഴുതിക്കും. ഇതുകൊണ്ട് ഒരു ബൾബുണ്ട്. ഇതൊരു ബൾബാണ്. ബൾബിന്റെ ആണെങ്കിൽ പവർ തരും. ഇത് ബൾബാണ്, ബൾബിന്റെ പവർ തരും. പവർ വിച്ച് ഈസ് ഈക്വൽ ടു ഫോർ എക്സാമ്പിൾ ഒരു 100 വാട്ട് തരും. അങ്ങനെയെങ്കിൽ അകലെയുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ 2 മീറ്റർ അകലെയുള്ള എന്ത് ചോദിക്കും? ഇന്റൻസിറ്റി എത്രയെന്ന് ചോദിക്കും. സോ ഇന്റൻസിറ്റി ഐ വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടുത്തെ ഇന്റൻസിറ്റി ആണ് ചോദിക്കുന്നതെങ്കിൽ ഐ വിച്ച് ഈസ് ഈക്വൽ ടു പവർ ഡിവൈഡ് ബൈ എന്ത് വേണം? ഏരിയ. ഏത് ഏരിയ എടുക്കും മക്കളെ? ഇതിന് ചുറ്റുമുള്ള ആകെ ഏരിയ എടുക്കണം. ഉണ്ടോ? ഇതൊരു സർക്കിൾ ആണ് വിചാരിച്ചോണം. ആ സർക്കിളിന്റെ ആകെ ഏരിയ എത്രയാണ്? 4πr². സോ ഇന്റൻസിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു പവർ ഡിവൈഡ് ബൈ ഏരിയ. ഈ ഏരിയ അതൊരു സർക്കിൾ ആണെങ്കിൽ ആ വലിയ സർക്കിളിന്റെ ഏരിയ എത്രയാണ്? 4πr². ശരി, നമുക്ക് ഇന്റൻസിറ്റി ഇങ്ങനെ ഇക്വേഷൻ ഉണ്ട്. അതുപോലെ ഇന്റൻസിറ്റി അടുത്ത ഇക്വേഷൻ, എല്ലാ ഇക്വേഷൻ ഇത് കാണിക്കും. അത് എവിടെയാണ് യൂസ് എന്ന് ഇത് കാണിക്കും. സോ പവർ ഡിവൈഡ് ബൈ ഏരിയ മക്കളെ. അതുപോലെ ഇന്റൻസിറ്റി അടുത്ത ഇക്വേഷൻ ആണ് ഹാഫ് എപ്സിലോൺ വി ഇ സ്ക്വയർ. ഇനി മീഡിയം തന്നിട്ടില്ലെങ്കിൽ ഇത് ഇ സ്ക്വയർ ഇ നോട്ട് സ്ക്വയർ. മക്കളെ മീഡിയം തന്നിട്ടില്ലെങ്കിൽ ഇതിന്റെ മീനിങ് എന്താണ്? മീഡിയം തന്നിട്ടില്ലെങ്കിൽ നോ മീഡിയം ആണെങ്കിൽ എപ്സിലോണിന് പകരം എപ്സിലോൺ 0 ഉപയോഗിക്കണം. അതുപോലെ വിക്ക് പകരം എന്ത് ഉപയോഗിക്കണം? സി എന്ന് ഉപയോഗിക്കണം. ഇത് എവിടെ ഉപയോഗിക്കണ്ടേ? മീഡിയം തന്നിട്ടില്ലെങ്കിൽ, മീഡിയത്തെ പറ്റി ഒന്നും പറയുന്നില്ലെങ്കിൽ എപ്സിലോണിന് പകരം എപ്സിലോൺ 0, വിക്ക് പകരം സ്പീഡിന് പകരം സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഉപയോഗിക്കുക. ഇനിയാണെങ്കിൽ ഈ നോട്ട് എന്താണ്? ഇവിടുത്തെ ഈ റീജിയനിലെ പീക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ പീക്ക് വാല്യൂ ആണ് ഈ നോട്ട് എന്ന് പറയുന്നത്. ഈ പോയിന്റിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ പീക്ക് വാല്യൂ ആണ്. നോക്കടാ, ഹാഫ് എപ്സിലോൺ വി ഇ നോട്ട് സ്ക്വയർ. അതായത് ഈ പോയിന്റ് നമ്മൾ ഐ കണ്ടുപിടിച്ചില്ലേ? ആ ഐ കണ്ടുപിടിച്ച പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ പീക്ക് വാല്യൂ ആണ് ഈ നോട്ട് എന്ന് പറയുന്നത്. സോ ഈ നോട്ട് കണ്ടുപിടിക്കണമെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു ഇങ്ങനെയും പറയാം, റൂട്ട് ഓഫ് പവർ ഡിവൈഡ് ബൈ 2π എപ്സിലോൺ നോട്ട് CR². സി എന്താ മക്കളെ? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ആണ്. എപ്സിലോൺ എന്നൊക്കെ അറിയാം. ആർ എന്താണ്? ഈ ഡിസ്റ്റൻസ് ആണ്. സോ ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത് 100 വാട്ട് പവർ ഉള്ള ഒരു ബൾബ്, അതിൽ നിന്നും 2 മീറ്റർ അകലെയുള്ള ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റിലെ ഇന്റൻസിറ്റി എത്രയാണ്? കണ്ടുപിടിച്ചൂടെ? കണ്ടുപിടിക്കാം. ആ പോയിന്റിന്റെ ഏത് പോയിന്റിലാണ് ഇന്റൻസിറ്റി കണ്ടുപിടിച്ചത്? ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇലക്ട്രിക് ഫീൽഡിന്റെ മാക്സിമം വാല്യൂ എത്രയാണ്? ഇലക്ട്രിക് ഫീൽഡിന്റെ മാക്സിമം വാല്യൂ എത്രയാണ്? ഈ നോട്ട് ആണ്. ഈ നോട്ട് വിച്ച് ഈസ് ഈക്വൽ റൂട്ട് ഓഫ് പവർ ഡിവൈഡ് ബൈ 2π എപ്സിലോൺ നോട്ട് CR². നമുക്കിവിടെ എന്താ അറിയണം മക്കളെ? ബാക്കി എല്ലാം അറിയത്തില്ല. പവർ തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസ് ഉണ്ട്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ നോട്ടിന്റെ വാല്യൂ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ മാക്സിമം വാല്യൂ ആണ്, സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. മനസ്സിലായോ?
സോ സിമ്പിൾ. ഇത്രയും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്ത് ചെയ്യും മക്കളെ? പെട്ടെന്ന് ആൻസറിലേക്ക് പോകണം. ഇനി ഞാൻ മറ്റൊരു ഇക്വേഷൻ കാണിച്ചു തരാം. അധികം യൂസ് ഇല്ലാത്ത ഇക്വേഷൻ ആണ്, എന്നാലും കാണിച്ചു തരാം. ഇന്റൻസിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു, ഇന്റൻസിറ്റിക്ക് മറ്റൊരു ഇക്വേഷൻ ഉണ്ട്, സ്പീഡ് ഇൻടു എനർജി, മീൻ എനർജി ഡെൻസിറ്റി. മീൻ എനർജി ഡെൻസിറ്റി, ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. സോ ഇന്റൻസിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻടു മീൻ എനർജി ഡെൻസിറ്റി. ഓക്കെ ആണോ മക്കളെ? സോ ഇന്റൻസിറ്റിയുടെ എല്ലാ ഇക്വേഷൻസും പറഞ്ഞു തന്നിട്ടുണ്ട്. എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻസ് അടുത്ത ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ആ ക്വസ്റ്റ്യൻ വീഡിയോ പോസ് ചെയ്യണം, സ്വന്തമായി ചെയ്യാൻ നോക്കണം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ തരാം മക്കളെ. ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു ബൾബ് ഉണ്ട്. ഓക്കെ, ബൾബിന്റെ പവർ എന്ന് പറയണത് 100 വാട്ട്സ് ആണ്. അതിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 5% ആണ്. എഫിഷ്യൻസി എത്രയാണ്? 5% ആണ്. അതിന്റെ മീനിങ് എന്താണ്? അത് ലൈറ്റ് ആയിട്ട് മാറ്റുന്നത്, ബൾബ് എന്തിനാ യൂസ് ചെയ്യുന്നത്? ലൈറ്റിനെ ഉണ്ടാക്കാനാണ്. സോ ലൈറ്റ് ആയിട്ട് മാറ്റുന്നത് എത്രയായിരിക്കും? 100 വാട്ടിന്റെ 5% നീന്നുള്ളൂ അത് ലൈറ്റ് ആയിട്ട് മാറ്റുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ ബൾബിന്റെ പവർ പറയുമ്പോൾ എത്ര പറയണം? പവർ ഓഫ് ബൾബ് എടുക്കുന്നത് പവർ വിച്ച് ഈസ് ഈക്വൽ ടു 100ന്റെ 5% മാത്രമേ, ഇതാണ് 5% എന്ന് പറയുന്നത്. എത്രയാണ്? 5 വാട്ട് മാത്രമേ ബൾബ് എന്തായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ? പവർ ആയിട്ട്, ആ ലൈറ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. സോ ലൈറ്റിന്റെ പവർ എത്രയാ മക്കളെ? 5 വാട്ട്. തെറ്റിദ്ധരിക്കരുത്. പല ക്വസ്റ്റ്യനിലുമാണെങ്കിൽ തരുന്നത് എന്ത് തരും? ആ ബൾബിന്റെ പവർ തരും, കൂടെ എഫിഷ്യൻസിയും തരും. സോ എഫിഷ്യൻസി എന്താ മീൻ ചെയ്യുന്നത്? അത് എന്ത് മാത്രമാണ് അത് വർക്കായിട്ട് അല്ലെങ്കിൽ എനർജി ആയിട്ട് പുറന്തള്ളുന്നത് എത്രയാണ്? 5% ഉള്ളൂ. അതിന്റെ മീനിങ് എന്താണ്? തന്നിരിക്കുന്ന വാല്യൂവിന്റെ ഇത്രയും പെർസെന്റേജ് മാത്രമേ എനർജി ആയിട്ട് കൺവേർട്ട് ആക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം ലോസ് ആണ്. അത് നമുക്ക് വേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടത് എത്രയാണ്? 5 വാട്ടാണ്. ഓക്കെ, ശരി. നമുക്ക് എന്തുണ്ട്? ബൾബുണ്ട്, ബൾബിന്റെ പവർ ഉണ്ട്. എത്രയാണ്? 5% ആണ്. അങ്ങനെയെങ്കിൽ ആറിന്റെ വാല്യൂ 2 മീറ്റർ ആണെങ്കിൽ, അവിടുത്തെ മാക്സിമം, ആ 2 മീറ്റർ അകലെയുള്ള മാക്സിമം ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. സോ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ് വേണ്ടുന്നത്. മാക്സിമം ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി 2 മീറ്റർ ആണ് വേണ്ടുന്നത്. സോ ഈ നോട്ട് എങ്ങനെ കണ്ടുപിടിക്കും മക്കളെ? നമ്മൾ ബേസിക് ഇക്വേഷൻ ഉപയോഗിക്കും. എന്താണ്? ഈ നോട്ട് വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പവർ ഡിവൈഡ് ബൈ 2 പൈ എപ്സിലോൺ നോട്ട് CR സ്ക്വയർ. എല്ലാത്തിന്റെ വാല്യൂ അറിഞ്ഞൂടെ? പിന്റെ വാല്യൂ എത്ര കിട്ടും മക്കളെ? പിന്റെ വാല്യൂ 5 വാട്ടാണ്. അതുപോലെ 2 പൈ എപ്സിലോൺ നോട്ട് 8.85 into 10 to the power minus 12. C ന്റെ വാല്യൂ, C which is equal to 3 into 10 raised to 8. R ന്റെ വാല്യൂ 2 മീറ്റർ. ഇട്ട് കൊടുക്കുക, ആൻസറിലേക്ക് എത്തിച്ചേരുക. സിമ്പിൾ അല്ലേടാ? സോ സിമ്പിൾ. ഇത്രയും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്ത് ചെയ്യണം? പെട്ടെന്ന് വാല്യൂസ് എല്ലാം എടുത്ത് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുക, ആൻസറിലേക്ക് എത്തിച്ചേരുക. ഓക്കെ ആണോ? സിമ്പിൾ അല്ലേ മക്കളെ? സോ സിമ്പിൾ. നമ്മളിനി അടുത്ത് പഠിക്കാൻ പോകുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തെ പറ്റിയാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ സ്പെക്ട്രം നോക്കടാ മക്കളെ. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. സോ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ ആണെങ്കിൽ അതിന്റെ ഫ്രീക്വൻസിയുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ അതിന്റെ വേവ് ലെങ്തിന്റെ അടിസ്ഥാനത്തിലോ എന്ത് ചെയ്യാൻ? ക്ലാസിഫൈ ചെയ്യാൻ കഴിയും. ആ ക്ലാസിഫിക്കേഷൻ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. സോ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആരൊക്കെയാണ്? RMI, ലക്സ്, G. സോ റേഡിയോ വേവ്, മൈക്രോവേവ്, ഇൻഫ്രാറെഡ്, ലൈറ്റ്, അൾട്രാവയലറ്റ്, എക്സ്റേ, ഗാമ റേ. RMI, ലക്സ്, G. ഓക്കെ ആണോ? സോ റേഡിയോ വേവ്, മൈക്രോവേവ്, ഇൻഫ്രാറെഡ്, ലൈറ്റ്, അൾട്രാവയലറ്റ്, എക്സ്റേ, ഗാമ റേ. ഇത് ആരെ അടിസ്ഥാനപ്പെടുത്തിയാണ്? ആ ഇങ്ങോട്ട് പോകുന്ന അനുസരിച്ച് ഇവിടെയാണെങ്കിൽ ആര് വളരെ കൂടുതലാണ്? ലാംഡ വളരെ കൂടുതലാണ്. അങ്ങോട്ട് പോകുന്ന അനുസരിച്ച് ലാംഡന്റെ വാല്യൂ പറഞ്ഞ മക്കളെ കുറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങോട്ട് പോകുന്ന അനുസരിച്ച് വേവ് ലെങ്ത് കുറഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും. മനസ്സിലായോ? ഇനിയാണെങ്കിൽ ഈ ലൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ലൈറ്റിനകത്താണെങ്കിൽ ആരുണ്ടാ മക്കളെ? വീണ്ടും 7 വർണ്ണങ്ങളുണ്ട്. ഏതൊക്കെയാണ്? വിബ്ജിയോർ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഇത് തിരിച്ചു പറയണം. കാര്യം എന്താണ്? നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണ്? വേവ് ലെങ്തിനെ അടിസ്ഥാനപ്പെടുത്തി വേവ് ലെങ്ത് കുറയുന്ന രീതിയിൽ എഴുതിയേക്കുന്നത്. സോ ഇവിടെ പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ പറയണം. എങ്ങനെ പറയണം? റോയ്. വിബ്ജിയോറിന് പകരം പറയണം റോയ്. GBV. ഉണ്ടോ?
റോയ് ജി ബി വി എന്ന് പറയണം. കാര്യം എന്താണ്? ഇവിടെയാണെങ്കിൽ ആര് കൂടുതലാണ്? വേവ് ലെന്ത് കൂടുതലാണ്. ഇങ്ങോട്ട് പോകുന്നതനുസരിച്ച് ആര് കുറഞ്ഞുകൊണ്ടിരിക്കണം? വേവ് ലെന്ത് കുറഞ്ഞുകൊണ്ടിരിക്കണം. സോ ഇവിടെ എങ്ങനെ സീരീസ് പറയണം? വെബ്ജോർ എന്ന് പറയരുത്, തെറ്റിക്കരുത്. ഇവിടെ പറയണം റോയ് ജി ബി വി എന്ന് പറയണം. ഓക്കെ ആണോ? സോ RMILXG റോയ് ജി വി ബി. ഓക്കെ, ശരി മക്കളെ. ഇനി നമുക്ക് ഓരോ വേവിനെ പറ്റി നോക്കാം. ഇൻ റേഡിയോ വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വേവ് ലെന്ത് പറഞ്ഞേ വളരെ കൂടുതലാണ്. വേവ് ലെന്ത് വളരെ കൂടുതലാണ്. ഫ്രീക്വൻസിയോടാ മക്കളെ, ഫ്രീക്വൻസി വളരെ കുറവാണ്. അങ്ങോട്ട് പോകുന്നതനുസരിച്ച് ഫ്രീക്വൻസി കൂടിക്കൊണ്ടിരിക്കും. എനർജി എന്ത് ചെയ്യും മക്കളെ? കൂടിക്കൊണ്ടിരിക്കും. ഫ്രീക്വൻസി കൂടുന്നതനുസരിച്ച് എനർജി കൂടിക്കൊണ്ടിരിക്കും. സോ അങ്ങോട്ട് പോകുന്നതനുസരിച്ച് എനർജി കൂടിക്കൊണ്ടിരിക്കും, ഫ്രീക്വൻസി കൂടിക്കൊണ്ടിരിക്കും, അതുപോലെ വേവ് ലെന്ത് കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ ആണോ? സോ അങ്ങനെയെങ്കിൽ എനർജി ഏറ്റവും കുറഞ്ഞത് ആർക്കാണ്? റേഡിയോ വേവിനാണ്. നമ്മൾ എവിടെ ഉപയോഗിക്കുന്ന? കമ്മ്യൂണിക്കേഷനിൽ. നമ്മൾ സാധാരണ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലാണ് റേഡിയോ യൂസ് ചെയ്യുന്നത്. മൊബൈൽ ഫോണിൽ യൂസ് ചെയ്യുന്നുണ്ട്, നമ്മൾ വാക്കി ടോക്കി റേഡിയോയിൽ യൂസ് ചെയ്യുന്നുണ്ട്, നമ്മളാണെങ്കിൽ TV, ടെലിവിഷൻ പ്രക്ഷേപണം, അങ്ങനെ എല്ലാ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ആരാണ്? റേഡിയോ ആണ്, റേഡിയോ വേവ്സ് ആണ്. അടുത്ത ആരാണ്? മൈക്രോവേവ്സ്. സോ റേഡിയോ വേവ്സ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ എല്ലാ കമ്മ്യൂണിക്കേഷൻസിലും ഉപയോഗിക്കുന്നതാണ്. അതിന്റെ എനർജി തീരെ കുറവാണ്. നമ്മൾ പറയാറുണ്ട് ഈ മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കുന്നതിന്റെ ഫലമായിട്ട് റേഡിയേഷൻ ഉണ്ടാവുന്നുണ്ട്, അങ്ങനെ പറയാറുണ്ട്. ആക്ച്വലി അതിന്റെ എനർജി എന്താ മക്കളെ? തീരെ ചെറുതാണ്. നമ്മുടെ ജീനിലൊക്കെ ആണെങ്കിൽ മ്യൂട്ടേഷൻ ഉണ്ടാക്കാനായിട്ട് കേബിൾ ബായ് എനർജി ഒന്നും അതിനകത്തില്ല. അപ്പോൾ തെറ്റായ ധാരണയാണ് മൊബൈൽ ഫോൺ റേഡിയേഷൻ എന്ന് പറയുന്നത്. എന്തിനാ ക്രിയേറ്റ് ചെയ്യുമെന്ന് പറയുന്നത്? മ്യൂട്ടേഷനെ ക്രിയേറ്റ് ചെയ്യുന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ടാക്കുന്ന പറയുന്നത് തെറ്റായ ധാരണയാണ്. കാര്യം അതെന്താ? റേഡിയോ വേവ് ആണ്, അത് നോൺ അയണൈസ് റേഡിയേഷൻസ് ആണ്. അതിന് മീനിങ് എന്താണ്? അതിന് ബാക്കിയുള്ളവയെ അയണൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ബാക്കിയുള്ളവയാണെങ്കിൽ ഹാനികരമായ യാതൊരു പ്രക്രിയ ഉണ്ടാക്കാനായിട്ട് ആർക്ക് കഴിയത്തില്ല? റേഡിയോ വേവിന് കഴിയത്തില്ല. അടുത്ത മൈക്രോവേവ്. അതിനേക്കാൾ ഹാനികരമായ ആളാണ് മൈക്രോവേവ്. റേഡിയോ വേവിനേക്കാളും ഹാനികരമായ ആളാണ് മൈക്രോവേവ് എന്ന് പറയുന്നത്. ഇവിടെ ഉപയോഗിക്കുന്ന സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുന്ന മൈക്രോവേവ് ആണ്. റഡാർ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന മൈക്രോവേവ് ആണ്. അതുപോലെ കുക്കിംഗ്, നമ്മുടെ മൈക്രോവേവ് ഓവൻ, അവിടെ ഉപയോഗിക്കുന്ന ആരാണ്? മൈക്രോവേവ് ആണ്. അടുത്ത ഇൻഫ്രാറെഡ്. മക്കളെ ഇൻഫ്രാറെഡിനെ വിളിക്കുന്ന പേരാണ് ഹീറ്റ് വേവ് എന്ന് വിളിക്കും. ഹീറ്റ് വേവ്. നമുക്ക് സൂര്യനിൽ നിന്നാണെങ്കിൽ ചൂട് വരാൻ കാരണം ആരാണ്? ഇൻഫ്രാറെഡ് ആണ്. സോ ഇൻഫ്രാറെഡിന്റെ യൂസ് എന്താണ്? ഹീറ്റ് വേവ് ആണ്. എഴുതി വെച്ചോണം, ഹീറ്റ് വേവ് ആണ്. നമ്മൾ റിമോട്ടിൽ ഉപയോഗിക്കുന്ന ആരാണ്? നോക്കെ, സാധാരണ ടിവിയുടെ റിമോട്ട് ഉപയോഗിക്കുന്നത് ആരെക്കാളും ശക്തമായ വേവാണ്? ഇൻഫ്രാറെഡ് ആണ്. റിമോട്ടിൽ ഉപയോഗിക്കുന്നത് ഇൻഫ്രാറെഡ് ആണ്. അതിനേക്കാൾ ഹാനികരമായ വേവാണ് ആര്? ലൈറ്റ് എന്ന് പറയുന്നത്. അത് മൊബൈൽ ഫോൺ സിഗ്നലിനേക്കാൾ ഹാനികരമായ വേവാണ് ആര്? ലൈറ്റ് എന്ന് പറയുന്നത്. എനർജി കൂടുതലാണ് അതിന്. മനസ്സിലായോ? അപ്പം തെറ്റായ ധാരണയാണ് മൊബൈൽ ഫോൺ റേഡിയേഷൻ ക്യാൻസറിനെ ഉണ്ടാക്കുന്നതൊക്കെ പറയുന്നത്. ലൈറ്റ് ആണ്, സാധാരണ ലൈറ്റ് ആണ്. ലൈറ്റ് എന്താണ് മക്കളെ? ലൈറ്റിന്റെ യൂസ് എന്താണ്? ഫോട്ടോഗ്രാഫി, കാഴ്ച, ഇതിനെ ഉപയോഗിക്കും. അടുത്ത അൾട്രാ വയലറ്റ്. സോ നമ്മൾ പറയാം റേഡിയോ എന്തിനാ ഉപയോഗിക്കുന്നത്? പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ. മൈക്രോവേവ് എന്തിനാണ്? മൈക്രോവേവ് ഫുഡിനെ ഉണ്ടാക്കും. അതുപോലെ ആണെങ്കിൽ മൈക്രോവേവ് ആണെങ്കിൽ റഡാർ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കും. ഇൻഫ്രാറെഡ് ഉപയോഗിക്കും. അവിടെ നമുക്ക് നൈറ്റ് വിഷൻ ക്യാമറാസ്, ഇൻഫ്രാറെഡ് ഉപയോഗിക്കുന്നത് രാത്രി കാഴ്ചകൾ കാണാനുള്ള ക്യാമറാസ്, അതുപോലെ ബൈനോക്ലിയേഴ്സ്, അതുപോലെ ആണെങ്കിൽ ടിവിയുടെ റിമോട്ട്. ഹീറ്റ് വേവിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മസാജ് ചെയ്യണം, ബോഡി മസാജ് ചെയ്യാനായിട്ട് ഹീറ്റ് വേവിനെ അയക്കണം. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണത്തിൽ എന്താണുള്ളത്? നമ്മളുടെ ഇൻഫ്രാറെഡ് ആണ് ഉപയോഗിക്കുന്നത്. ലൈറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ കാഴ്ചയ്ക്കാണ് ഉപയോഗിക്കുന്നത്. അൾട്രാ വയലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാ വയലറ്റ് ആണെങ്കിൽ പലപ്പോഴും സ്കിൻ ക്യാൻസർ ഒക്കെ ഉണ്ടാകുന്ന ആരാണ്? അൾട്രാ വയലറ്റ് ആണ്. അത് മാത്രമല്ല, ഈ അൾട്രാ വയലറ്റ് കൊണ്ടാണെങ്കിൽ നമ്മൾ അണുവിമുക്തമാക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യും? സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് നമുക്ക് അൾട്രാവയലറ്റ് ഉപയോഗിക്കാൻ കഴിയും. അൾട്രാവയലറ്റ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ നമുക്ക് ഈ നോട്ടുകളുടെ കാലപ്പഴക്കം അല്ലെങ്കിൽ ഈ ഫേക്ക് കറൻസി ഡിറ്റക്ട് ചെയ്യാനായിട്ട്, അതുപോലെയാണെങ്കിൽ രേഖകളുടെ മുദ്രകളുടെയൊക്കെ ആണെങ്കിൽ കാലപ്പഴക്കം നിർണ്ണയിക്കാനായിട്ട് ആരെ ഉപയോഗിക്കും? അൾട്രാവയലറ്റിനെ ഉപയോഗിക്കും. വ്യാജരേഖകളൊക്കെ രേഖകളൊക്കെ ശരിയാണോ വ്യാജമാണോ ഒക്കെ തിരിച്ചറിയാനായിട്ട് നമുക്ക് അൾട്രാവയലറ്റിനെ യൂസ് ചെയ്യാൻ കഴിയും. അടുത്ത എക്സ്റേ. നമ്മൾ എക്സ്റേ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അത് മെഡിക്കൽ ഇമേജിങ്ങിന് വേണ്ടിയാണ്. എക്സ്റേ കിരണങ്ങൾ വെച്ച് നമുക്ക് മെഡിക്കൽ ഇമേജ് ചെയ്യാൻ കഴിയും. ഈ എല്ലുകളുടെയും ഒക്കെ ഫോട്ടോ എടുക്കാൻ കഴിയും. അതുപോലെയാണെങ്കിൽ എക്സ്റേയുടെ മറ്റൊരു യൂസാണ് നമ്മുടെ ഈ പൈപ്പുകൾ, ചെറിയ പൈപ്പുകളിലെ ക്രാക്ക് ഒക്കെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് നമ്മൾ എക്സ്റേ ഉപയോഗിക്കും. ഗാമാറയും അത്തരം കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. ക്യാൻസർ ട്രീറ്റ്മെന്റിന് സാധാരണ എക്സ്റേ, ഗാമാറയൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇതാണ് ആരുടെ ആപ്ലിക്കേഷൻ കൊണ്ട് പറയണത്? RMILXG അഥവാ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം വേവ്സിന്റെ ആപ്ലിക്കേഷൻസ്. ഓക്കെ ആണോ മക്കളെ? ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇത് മാത്രമല്ല, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇതിന്റെ റേഞ്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഇത് കാണിച്ചു തരാം മക്കളെ. റേഞ്ച് ഞാനാണെങ്കിൽ നമ്മൾ RMILXG ആണെങ്കിൽ തലതിരിച്ച് എഴുതാൻ പോവുകയാണ്. GXULIMR RMILXG. ഓക്കെ ആണോ മക്കളെ? ഇതിന്റെ റേഞ്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്.
ആപ്ലിക്കേഷൻ മാത്രമല്ല റേഞ്ച്, കുറച്ചെങ്കിലും റേഞ്ച് പഠിച്ചു വെക്കുക. അങ്ങോട്ട് പഠിച്ചു വെച്ചാലും കുഴപ്പമില്ല. ഈ ഭാഗങ്ങളുടെ റേഞ്ച് പരീക്ഷയ്ക്ക് ആവശ്യം വരും. കാണിച്ചു തരാം, ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. സോ ഇതിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 0.1 ആങ്സ്ട്രോം. സോ 0.1 ആങ്സ്ട്രോമിനേക്കാളും ചെറുതാണെങ്കിൽ എന്തായിരിക്കും മക്കളെ? ലാംഡന്റെ വാല്യൂ 0.1 ചെറുതാണെങ്കിൽ അത് ഗാമാ റേ ആണ്. 0.1 വലുതാണെങ്കിൽ എന്താണ്? എക്സ്റേ ആണ്. ഇതിന്റെ ആണെങ്കിൽ 100 ആങ്സ്ട്രോം. സോ 0.1 100 ഇടയിലാണെങ്കിൽ ആരാണ്? അത് എക്സ്റേ ആണ്. ഇതിന്റെ ആണെങ്കിൽ ഒരു 3800 ആങ്സ്ട്രോം. 3800 ആങ്സ്ട്രോം. ഓക്കെ, ഇത് 7800 ആങ്സ്ട്രോം. അങ്ങോട്ട് പഠിച്ചു വെച്ചാലും കുഴപ്പമില്ല. അങ്ങോട്ട് റേഞ്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇത്രയെങ്കിലും എന്ത് ചെയ്യണം? നിങ്ങൾ പഠിച്ചു വെക്കുക, റേഞ്ച് പഠിച്ചു വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം എന്താണ്? ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവുകയാണ്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവുകയാണ്. ഓക്കെ മക്കളെ, ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ ആണെങ്കിൽ ലാംഡന്റെ വാല്യൂ 85 ആങ്സ്ട്രോം എന്ന് പറയുന്നുണ്ട്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ വേവ് ലെങ്ത് 85 ആങ്സ്ട്രോം ആണെന്ന് പറഞ്ഞു. ചോദ്യം ഇതാണ്, എങ്കിൽ ഇത് ഏത് സ്പെക്ട്രത്തിലെ വേവ് ആണ്? ഏതാണ്? 85 ആണെങ്കിൽ പറഞ്ഞു മക്കളെ, 0.1നും 100നും ഇടയിലാണ്. ശരിയാണോ? നിങ്ങൾ പറയണം സാർ ഇത് എക്സ്റേ ആണെന്ന് പറയണം. സോ ഈ എക്സ്റേ ആണെന്ന് പറയണമെങ്കിൽ നിങ്ങൾക്ക് എന്തറിഞ്ഞിരിക്കണം? ഈ റേഞ്ച് അറിഞ്ഞാൽ മാത്രമേ ഇത് പറയാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഈ എക്സാമിന് ക്വസ്റ്റ്യൻ എങ്ങനെയും വരാം. അപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഈ റേഞ്ച് അറിഞ്ഞാൽ മാത്രമേ ആൻസറിലേക്ക് മൂവ് ചെയ്യാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ തരാം. ഫോർ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ തരാൻ പോണത്, എനർജി തരാൻ പോവുകയാണ്. ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ എനർജി, ഫോട്ടോണിന്റെ എനർജി പറയാൻ പോവുകയാണ്. ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ ഫോട്ടോണിന്റെ എനർജി എന്ന് പറയുന്നത് ഒരു 15 കിലോ ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഓക്കെ, 15 കിലോ ഇലക്ട്രോൺ വോൾട്ട് ആണ്. 15 keV ആണ് എന്ത്? ഒരു ഫോട്ടോണിന്റെ എനർജി എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ പറഞ്ഞേ, ഈ ഫോട്ടോൺ ഏത് സ്പെക്ട്രത്തിലാണ് വരുന്നത്? എങ്ങനെ പറയും മക്കളെ? നിങ്ങൾ പറയും സാർ ലാംഡ വിച്ച് ഈസ് ഈക്വൽ ടു, ലാംഡ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ഇക്വേഷൻ ഉണ്ട്, 12400 ഡിവൈഡ് ബൈ എനർജി. എനർജി എത്രയാണ്? എനർജി ഇലക്ട്രോൺ വോൾട്ട് പറയണം. ശരിയാണോ? ഈ ഇക്വേഷൻ ഓർമ്മയുണ്ടോ? നമ്മൾ എവിടെ പഠിച്ചതാണ്? നമ്മൾ ഇതിനെയാണെങ്കിൽ ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ അഡീഷണൽ ഇക്വേഷൻ പഠിച്ചതാണ്. 12400 എന്തിൽ കിടക്കണം? ആങ്സ്ട്രോമിൽ കിടക്കണം. 12400 ഡിവൈഡ് ബൈ എനർജി എത്രയാണ്? 15000. ശരിയാണോ? 12400 ഡിവൈഡ് ബൈ 15000 പോയിന്റ് സംതിങ് കിട്ടും. പോയിന്റ് ഒരു 8 കിട്ടും. ഓക്കെ, സോ ഞാൻ പറയാണ് 0.8. അത്ര എന്താണ്? ആങ്സ്ട്രോം. പറഞ്ഞ മക്കളെ, ഇത് ഏത് സ്പെക്ട്രത്തിൽ കിടക്കുകയാണ്? 0.8 ആണെങ്കിൽ ഇവിടെ കിടക്കുകയാണ്. അതെന്താണ്? എക്സ്റേ ആണ്. മനസ്സിലായോ? 0.1നും 100നും ഇടയിലാണ് 0.8. എന്താണ്? എക്സ്റേ ആണ്. ആ ഫോട്ടോൺ ഏത് റേഞ്ച് കിടക്കുകയാണ്? എക്സ്റേ ആണ്. സോ നിങ്ങൾക്കാണെങ്കിൽ ഇത് ചെയ്യാനറിയാം, കണക്ക് ചെയ്യാനും അറിയാം. എന്നിട്ടും നിങ്ങൾക്കാണെങ്കിൽ 0.8 ആങ്സ്ട്രോം കിട്ടുകയും ചെയ്തു. പക്ഷെ ഓപ്ഷൻ എന്താ കിടക്കുന്നത്? എക്സ്റേ, ഗാമാ റേ, വിസിബിൾ ലൈറ്റ്, അൾട്രാ വയലറ്റ്, അങ്ങനെ കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ അറിയണമെങ്കിൽ എന്ത് വേണം മക്കളെ? റേഞ്ച് അറിഞ്ഞിരിക്കണം. സോ റേഞ്ച് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശരി മക്കളെ, അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് മൂവ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ ലാസ്റ്റ് സെക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ പോവുകയാണ്. എന്താണ്? പ്രഷർ, അതുപോലെയാണെങ്കിൽ ഫോഴ്സ്, അതുപോലെ പ്രഷർ ഡെൻസിറ്റി തുടങ്ങിയ കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ പോണത്. ഓക്കെ, നോക്കൂ മക്കളെ, നമ്മളിനി പഠിക്കാൻ പോണത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് വരികയാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണെങ്കിൽ ഒരു സർഫസിലേക്ക്, ഇതൊരു സർഫസ് ആണ്, ആ സർഫസിലേക്ക് നോർമലായിട്ട് വന്ന് വീഴാൻ പോവുകയാണ്. നോർമലായിട്ട് വന്ന് വീഴാൻ പോവുകയാണ്. മക്കളെ, അങ്ങനെ നോർമലായിട്ട് വന്ന് വീണ് കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവും? മൊമെന്റം ട്രാൻസ്ഫർ ചെയ്യും. മൊമെന്റം ട്രാൻസ്ഫർ ഉണ്ടാവും. ഫോഴ്സ് ട്രാൻസ്ഫർ ഉണ്ടാവും. ഫോഴ്സ് ട്രാൻസ്ഫർ. അതുപോലെ പ്രഷർ ഉണ്ടാവും. പ്രഷർ, റേഡിയേഷൻ പ്രഷർ എന്ന് പറയും അല്ലേ? സോ റേഡിയേഷൻ പ്രഷർ, അതുപോലെ ഫോഴ്സ് ട്രാൻസ്ഫർ, മൊമെന്റം ട്രാൻസ്ഫർ എന്നിവ നടക്കും. ശരി, സോ ഞാൻ പറയാൻ പോവുകയാണ് എങ്ങനെയൊക്കെയാണ് മൊമെന്റം ട്രാൻസ്ഫർ ഉണ്ടാവും, ഫോഴ്സ് ട്രാൻസ്ഫർ ഉണ്ടാവും, പ്രഷർ ട്രാൻസ്ഫർ ഉണ്ടാവും. അല്ലെങ്കിൽ പ്രഷർ എന്ത് ചെയ്യും? ആ റേഡിയേഷൻ പ്രഷറും ആക്ട് ചെയ്യും. സോ ഇത് എങ്ങനെയാണ് ഇതിന്റെ ഇക്വേഷൻ വരുന്നത്? ഇതിന്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്യുന്നത്? മക്കളെ, വളരെ സിമ്പിൾ ആയിട്ട് മെത്തേഡ് പറഞ്ഞു തരാം. ഇവിടെ വരുന്നതിൽ പൂർണ്ണമായും ചിലപ്പോൾ അബ്സർവ് ചെയ്യും, ചിലപ്പോൾ പൂർണ്ണമായും അബ്സർവ് ചെയ്യത്തില്ല. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാനുള്ള ഒരു സിമ്പിൾ ടേബിൾ പറഞ്ഞുതരാം. നോക്കൂ മക്കളെ, നമ്മുടെ ടേബിൾ ആണ്. ടേബിൾ ഇവിടെയാണെങ്കിൽ മൊമെന്റം
transferred. Momentum transferred. Momentum transferred. Force exerted. Radiation pressure. Radiation pressure. ഇവിടെ fully absorbed, fully absorbed, fully reflected, fully reflected, x percentage reflected, x percentage reflected. നോക്കടാ, ഇവിടെയാണെങ്കിൽ ഒരു സർഫസ് ഉണ്ട്, ഈ സർഫസിലേക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ വന്ന് വീഴാൻ പോവുകയാണ്. അങ്ങനെയെങ്കിൽ ചിലപ്പോൾ ഇത് ഫുള്ളി അബ്സോർവ് ചെയ്യാം, അല്ലെങ്കിൽ ഫുള്ളി റിഫ്ലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പെർസെന്റേജ് മാത്രം റിഫ്ലക്ട് ചെയ്യാം. അങ്ങനെ മൂന്ന് സംഭവിക്കാം, ശരിയല്ലേ? സോ ഇവിടെയാണെങ്കിൽ ഫുള്ളി അബ്സോർവ് ചെയ്താൽ മൊമെന്റം എത്രയായിരിക്കും, ഫുള്ളി അബ്സോർവ് ചെയ്താൽ ഫോഴ്സ് എത്രയായിരിക്കും, ഫുള്ളി അബ്സോർവ് ചെയ്താൽ റേഡിയേഷൻ പ്രഷർ, സർഫസിൽ ഉണ്ടാകുന്ന റേഡിയേഷൻ പ്രഷർ എത്രയായിരിക്കും, അതുപോലെ ഫുള്ളി റിഫ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും മൊമെന്റം ട്രാൻസ്ഫർ എങ്ങനെയായിരിക്കും, ഫോഴ്സ് എങ്ങനെയായിരിക്കും, അതുപോലെ റേഡിയേഷൻ പ്രഷർ എങ്ങനെയായിരിക്കും, പെർസെന്റേജ് റിഫ്ലക്ട് പറയുകയാണ്. ഫോർ എക്സാമ്പിൾ 5% റിഫ്ലക്ട് ചെയ്തു, അങ്ങനെയെങ്കിൽ എങ്ങനെയായിരിക്കും മൊമെന്റം? 5% റിഫ്ലക്ട് ചെയ്തു, അങ്ങനെയെങ്കിൽ എത്രയായിരിക്കും ഫോഴ്സ്? 20% റിഫ്ലക്ട് ചെയ്തു, അങ്ങനെയെങ്കിൽ എത്രയായിരിക്കും റേഡിയേഷൻ പ്രഷർ? തുടങ്ങിയ ക്വസ്റ്റൻസ് എങ്ങനെയാണ് ചെയ്യുന്നത്, അതിന്റെ ഇക്വേഷൻസ് എന്താണ്? നോക്കൂ മക്കളെ, സിമ്പിൾ ആണ്. UPI നമുക്കറിയാം, UPI അറിയാം അല്ലെ? UPI സ്കാൻ ചെയ്യുന്നു, ഫോൺ പേ, UPI. സോ UPI ഡിവൈഡ് ബൈ C UPI ഇതെല്ലാം പറഞ്ഞുതരാം. UPI U എന്ന് പറഞ്ഞാൽ മക്കളെ, U എന്ന് പറഞ്ഞാൽ എനർജി. U എന്താണ്? എനർജി. ഇങ്ങോട്ട് മാറ്റി എഴുതാം. U എന്താണ്? എനർജി ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ എനർജിയാണ്. P എന്ന് പറഞ്ഞാൽ പവർ. P എന്താ മക്കളെ? പവർ. I എന്താണ്? ഇന്റൻസിറ്റി. I എന്താണ്? ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. ശരി, അങ്ങനെ ഇതിന്റെ ഇരട്ടി എടുത്ത മക്കളെ. സോ 2U by C, 2P by C, 2I by C. നമുക്ക് ആരെ കിട്ടും? നമുക്ക് ഫുള്ളി റിഫ്ലക്റ്റിന്റെ വാല്യൂ കിട്ടും. ഫുള്ളി റിഫ്ലക്റ്റിന്റെ വാല്യൂ കിട്ടും. ഇനി എക്സ് പെർസെന്റേജ് ആണ് റിഫ്ലക്ട് ചെയ്യുന്നതെങ്കിൽ, എക്സ് പെർസെന്റേജ് റിഫ്ലക്ട് ചെയ്യുന്നതെങ്കിൽ 1 plus x divided by 100. 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 ഇവിടെ പറയണം U by C, ഇവിടെ പറയണം P by C, ഇവിടെ പറയണം I by C. ഇക്വേഷൻ മനസ്സിലായോടാ? ഇക്വേഷൻ മനസ്സിലായോ? സിമ്പിൾ അല്ലേ? സോ ഈ ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻ ഉണ്ടെങ്കിൽ ഏത് ക്വസ്റ്റിനും, ഇതുമായി സംബന്ധിക്കുന്ന ഏത് ക്വസ്റ്റിനും സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ കഴിയും. നമുക്ക് ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു സർഫസിലേക്കാണെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് വന്ന് വീഴാൻ പോവുകയാണ്. അത് 30% ആണെങ്കിൽ റിഫ്ലക്ട് ചെയ്തു, 30% റിഫ്ലക്ട് ചെയ്തു. സോ എക്സിന് പകരം എന്ത് പറയണം? 30 എന്ന് കൊടുക്കണം. അതിന്റെ ഇന്റൻസിറ്റി ആണ്, ഇന്റൻസിറ്റിയും ആരും വേണം? സിയും വേണം. സി എന്താണ്? സ്പീഡ് ഓഫ് ലൈറ്റ്. സി എന്താ മക്കളെ? സ്പീഡ് ഓഫ് ലൈറ്റ്. സ്പീഡ് ഓഫ് ലൈറ്റ്. ഇന്റൻസിറ്റി സ്പീഡ് ഓഫ് ലൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇന്റൻസിറ്റി ഇക്വേഷൻ അറിയാം, പഠിച്ചാണ്. ഇന്റൻസിറ്റിയും സ്പീഡ് ഓഫ് ലൈറ്റ് അറിയാമെങ്കിൽ ഉറപ്പായി എന്ത് ചെയ്യാം? ഇട്ട് കൊടുക്കുക, ആൻസറിലേക്ക് എത്തിച്ചേരുക. സിമ്പിൾ അല്ലേ മക്കളെ? സോ ഈ ടേബിൾ അറിയാമെങ്കിൽ ഇതുമായി സംബന്ധിക്കുന്ന ഏത് ക്വസ്റ്റിനും ആൻസർ ചെയ്യാൻ കഴിയും. സോ ഇതോടുകൂടിയാണെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന ചാപ്റ്റർ ഞാൻ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. സോ നിങ്ങളുടെ നീറ്റ് എക്സാമിനേഷൻ ആവശ്യമായ എൻ്റയർ കോൺസെപ്റ്റ് ഞാനിവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. DPPയിൽ ധാരാളം ക്വസ്റ്റ്യൻസ് ഉണ്ട്, മക്കളെ ചെയ്ത് നോക്കണം. ഞാൻ ഈ വീഡിയോ, ഈ ചാപ്റ്റർ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.